അറക്കൽ ബീവി മെഗാ പാർട്ട്. രചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. സനു, നിനക്ക് നിക്കാഹ് മുടങ്ങിയതിൽ സങ്കടമുണ്ടോ? അവൻ ചെറിയൊരു സങ്കോചത്തോടെയാണ് ചോദിച്ചത്. പക്ഷേ അവൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് ചിരി പൊട്ടി. ഇതൊന്ന് മുടങ്ങിക്കിട്ടാൻ കാത്തിരുന്ന പെണ്ണിനോടാണ് ചെക്കൻ്റെ ചോദ്യം. സത്യം പറയണോ അതോ കളവ് പറയണോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ മറുപടി കേട്ട് അമ്മന് അത്ഭുതമായി. സത്യം പറഞ്ഞാൽ മതി. അവനും ചിരിച്ചു. എന്നാ എനിക്ക് ആ നിക്കാഹ് മുടങ്ങിയതിൽ ഒരു വിഷമവുമില്ല, സന്തോഷമേയുള്ളൂ. എനിക്ക് ആ പയ്യനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഉപ്പാക്ക് വിഷമമാവണ്ടല്ലോ എന്ന് കരുതി സമ്മതിച്ചതാ. ആഹാ, ഈ നിക്കാഹ് നടന്നിരുന്നെങ്കിലോ? എന്തു ചെയ്യാനാ, എൻ്റെ വിധിയാണെന്ന് കരുതും. അവളുടെ മറുപടി അവന് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ വിധി എൻ്റെ കൂടെ ഉണ്ടല്ലോ ഇക്ക, അത് മുടങ്ങിയല്ലോ. നിനക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ടോ, അതോ ഇതും ഉപ്പാക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? ആ ചോദ്യം അവൻ ഒട്ടൊരു ടെൻഷനോട് കൂടിയാണ് ചോദിച്ചത്. അതിന് മറുപടി പറയാൻ ഒരുപാടുണ്ടെങ്കിലും അവളത് ഇപ്പോൾ പറയണ്ട എന്ന് കരുതി മിണ്ടിയില്ല. പറയടാ, ജീവിതം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിനക്കിഷ്ടമില്ലെങ്കിൽ അവനൊന്ന് നിർത്തി. എനിക്കിഷ്ടമില്ലെങ്കിൽ അമിക്ക എന്നെ ഒഴിവാക്കുമോ? അവളുടെ ആ ചോദ്യം അവൻ്റെ ചങ്കിൽ തന്നെ തറച്ചു. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ എന്ന് കരുതി ചോദിച്ചതാ മോളെ. നീ എൻ്റെ ജീവനായി മാറി എന്നുറക്കെ വിളിച്ചു പറയാൻ തോന്നി അവന്. എന്നാ കേട്ടോ, എനിക്ക് ഈ ഇക്കാനെ ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പേ ഈ പേര് എൻ്റെ ഹൃദയത്തിൽ തറച്ചു പോയതാണ്. നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പോ? അതെങ്ങനെ? അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ തുള്ളിച്ചാടാൻ തോന്നിയെങ്കിലും അതെങ്ങനെയെന്നറിയാൻ അവൻ ഒരുപാട് ആഗ്രഹം തോന്നി. അതൊക്കെ വലിയ കഥയാണ്. നേരെ കാണുമ്പോൾ പറഞ്ഞു തരാം പോരെ? ഇപ്പോൾ പറ പെണ്ണേ, പ്ലീസ് ഡി. അവൻ കൊഞ്ചി. അവരുടെ ആ ചാറ്റിങ്ങിലൂടെ അവർക്കിടയിലെ പ്രണയം വളരുകയായിരുന്നു. അതോ, ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഇക്കാനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ നിക്കാഹ് കഴിയുന്നതായിട്ട്. അത് കേട്ടപ്പോൾ അവനിൽ രൂപപ്പെട്ട വികാരം എന്തെന്ന് അവന് തന്നെ വേർതിരിച്ചറിയാൻ സാധിച്ചില്ല. സന്തോഷവും ആഹ്ലാദവും സ്നേഹവും പ്രണയവും എല്ലാം ഒരുമിച്ച് തോന്നി. നീ എന്താ ഈ പറയുന്നത് സനു? സത്യമാണോ? നീ ശരിക്കും എന്നെ സ്വപ്നം കണ്ടോ? ആ സത്യം. ഞാൻ അവൻ്റെ പെണ്ണാണെന്ന് ഒരു വർഷമായി കേൾക്കുന്നു. ഒരു വർഷമോ? അവൻ ഏറിയ അത്ഭുതത്തോടെ ചോദിച്ചു. അതേ ഇക്ക, അവൻ്റെ പെണ്ണ്. അവൻ ആ വാക്കുകൾ ചിന്തിച്ചുകൊണ്ട് നെഞ്ചിൽ തടവി. അവന് ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. അവനേറെ ഇഷ്ടത്തോടെ വീണ്ടും ടൈപ്പ് ചെയ്തു. ഞാൻ നിന്നെ ഒന്ന് വിളിച്ചോട്ടെ മുത്തേ? അവളുടെ ശബ്ദമൊന്ന് കേൾക്കാൻ അവൻ ഏറെ കൊതിച്ചിരുന്നു. അവളും ഒരു വേള ഒരു വോയിസെങ്കിലും അയച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ട്. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ എന്തോ നാണം വന്നു മൂടി. ഇതിനു മുമ്പ് ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ളത് വേറൊരു വികാരമാണല്ലോ. അവളൊന്നും പറയാത്തത് കണ്ട് പിന്നെ അവനൊന്നും ചോദിച്ചില്ല. അവൻ ഫോൺ മാറ്റിവെച്ച് തലയിണയിലേക്ക് മുഖം അമർത്തി കിടന്നു. പിന്നെ അവൻ്റെ മെസ്സേജ് കാണാതിരുന്നപ്പോൾ അവൻ പിന്നെ ഒന്നും അയക്കാത്തത് താൻ മറുപടി പറയാത്തത് കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇക്ക, വിളിക്കുന്നില്ലേ? അവളുടെ മെസ്സേജ് ഒട്ടൊരു നേരത്തിന് ശേഷം കണ്ടപ്പോൾ അവന് സന്തോഷം തോന്നിയെങ്കിലും അതിന് മറുപടി പറഞ്ഞില്ല. ഒരു കുഞ്ഞു പിണക്കം. ഇക്കാക്ക് എന്നെ വിളിക്കാൻ എൻ്റെ സമ്മതം വേണോ? ഞാൻ പെട്ടെന്ന് ചമ്മൽ കൊണ്ടാണ് മറുപടി പറയാതിരുന്നത്. അവൾ വീണ്ടും മെസ്സേജ് അയച്ചു. അപ്പോൾ അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി മുട്ടിട്ടു. എന്നിട്ടും അവൻ റീപ്ലൈ കൊടുത്തില്ല, വിളിച്ചതുമില്ല. അവൾക്കും എന്തോ സങ്കടം തോന്നി. അത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും. തനിക്കിഷ്ടമല്ല എന്ന് കരുതിയാവും വിളിക്കാഞ്ഞത്. അവൾ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു. എന്നിട്ടും വിളിക്കാഞ്ഞപ്പോൾ അവളുടെ വിരലുകൾ അവൻ്റെ നമ്പറിൽ അമർന്നു. ഫോൺ ബെല്ലടിച്ചു തുടങ്ങിയപ്പോൾ അവൻ പുഞ്ചിരിച്ചു. സംഗതിയേറ്റു. പെണ്ണ് ഇങ്ങോട്ട് വിളിച്ചല്ലോ. ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. രണ്ടുപേരും കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. എങ്കിലും പരസ്പര നിശ്വാസം പോലും അവർ അറിയുന്നുണ്ടായിരുന്നു. അവൾ നാണം കൊണ്ടാണ് മിണ്ടാത്തതെന്ന് അവന് മനസ്സിലായിരുന്നു. അവസാനം അവൻ ചൊല്ലിട്ടു. എന്തായാലും പെണ്ണിങ്ങോട്ട് വിളിച്ചല്ലോ. പെണ്ണേ, ആ കാതരമായ വിളി കേട്ടപ്പോൾ അവൾക്ക് കുളിര് കോരി. മറുപടിയായി അവളൊന്ന് മൂളി. അവൾക്ക് നാണം വരുന്നുണ്ടായിരുന്നു. എന്താ നീ ഒന്നും മിണ്ടാത്തേ? എന്തെങ്കിലും ഒന്ന് പറയടാ. ആ ശബ്ദമൊന്ന് കേൾക്കാൻ വേണ്ടിയല്ലേ ഞാൻ വിളിക്കാൻ പറഞ്ഞത്? ഞാനെന്താ പറയുക? അവളൊന്ന് ആലോചിച്ചു. ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. അവളൊന്ന് ചിരിച്ചു. ആ ചിരി അവൻ മനസ്സിൽ കണ്ടു. പെണ്ണിനെ കൊണ്ട് സംസാരിക്കണമെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും നിക്കാഹിനെക്കുറിച്ച് പറയണമെന്ന് അവന് തോന്നി. ഇനി നീ എന്നാ വരുന്നത്? നമുക്കവർക്ക് ഡ്രസ്സൊക്കെ വാങ്ങണ്ടേ? അത് കേട്ടപ്പോൾ അവൾക്ക് മറുപടി പറയാതിരിക്കാനൊക്കില്ലല്ലോ. ഞാനിനി വെള്ളിയാഴ്ചയേ വരൂ. അവർക്കെന്തിനാ ഇപ്പോൾ പുതിയ ഡ്രസ്സ്? അവൾ ചോദിച്ചു. ആ കിളിനാദം അവൻ കണ്ണടച്ചുകൊണ്ട് ആസ്വദിച്ചു. അവരുടെ ആദ്യത്തെ നിക്കാഹല്ലേ, അപ്പോൾ അവർക്ക് ഡ്രസ്സ് വാങ്ങണ്ടേ? വേണം, എങ്കിലും ഫംഗ്ഷനൊന്നും നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ.
അപ്പോൾ നിന്റെ വായിൽ നാവുണ്ടല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അത് കേട്ട് ചമ്മിക്കൊണ്ട് നാവ് കടിച്ചു. തന്നെ സംസാരിപ്പിക്കാനുള്ള അവൻ്റെ അടവാണിതെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവളുടെ ചമ്മിയ മുഖം ഓർത്തവൻ പൊട്ടിച്ചിരിച്ചു. പോയിക്ക, കളിയാക്കണ്ട. എനിക്ക് സംസാരിക്കാൻ ചമ്മലായിട്ടല്ലേ? എന്നും ഈ ചമ്മലുണ്ടാകുമോ? അവനിൽ വീണ്ടും കുസൃതി മിന്നി. ഇതാദ്യമായിട്ടല്ലേ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ്. ആഹാ, അത് കൊള്ളാലോ. ഇങ്ങനെയല്ലേ സംസാരിച്ചു തുടങ്ങുന്നത്? ഇനി ഞാൻ വിളിക്കുമ്പോൾ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ നേരിട്ടങ്ങ് വരും. എന്നിട്ടേ തൂക്കി പിടിച്ചിങ്ങ് കൊണ്ടുവരും. അത് വേണോ? അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് നാണം വന്നുപോയി. അത്രയും ഭംഗിയുണ്ടായിരുന്നു അവൻ്റെ വാക്കുകൾക്ക്, അത്രയും പ്രണയം സ്ഫുരിക്കുന്ന വാക്കുകൾ. അവൾക്കിന്ന് കൂട്ടുകാർ പറഞ്ഞതോർമ്മ വന്നു. ഈ ആളാണോ എല്ലാ പെൺകുട്ടികളെയും ആട്ടി ഓടിച്ചുകൊണ്ടിരുന്നത്? കള്ളൻ. അവൾ ഓർത്ത് ചിരിച്ചു. ഏയ് സനു, നീ പിന്നെയും പോയോ? ഇല്ല, ഞാനെന്തോ ഓർത്ത് നിന്നുപോയി, അതാണ്. എന്നാ പിന്നെ നീ വെച്ചോ, മഗ്‌രിബാവാറായില്ലേ, നിനക്ക് പഠിക്കാനുണ്ടാവില്ലേ? ശരി അമിക്ക. അവളുടെ അമിക്ക എന്ന വിളി അവൻ ഒരുപാട് ഇഷ്ടമായി. നീ ഒന്നുകൂടി അങ്ങനെ വിളിച്ചേ. എങ്ങനെ? ഇപ്പോൾ എന്നെ വിളിച്ചില്ലേ, അതുപോലെ. അപ്പോൾ അവൾക്കൊരു കുസൃതി തോന്നി. അമിക്ക, ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടവൾ ഫോൺ കട്ട് ചെയ്തു. ആ വാക്കുകളുടെ മാസ്മരികതയിൽ അവനൊന്ന് മുങ്ങി നിവർന്നു. അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവളുടെ ശബ്ദം വീണ്ടും വീണ്ടും കാതിൽ അലയടിക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്തു. തലയിണയിലേക്ക് മുഖം അമർത്തി കിടന്നപ്പോൾ അവൻ്റെ മനസ്സിൽ അവളുടെ ആ മുഖം തെളിഞ്ഞു നിന്നു. ആ നുണക്കുഴിച്ചേലിൽ ഒന്നമർത്തി മുത്താൻ അവന് കൊതി തോന്നി. അവൻ ഫോണെടുത്ത് മേരാ ബീവി എന്ന് സേവ് ചെയ്ത നമ്പറിൽ വീണ്ടും മെസ്സേജ് അയച്ചു. എൻ്റെ ഹൃദയവും കൊണ്ടങ്ങ് പോയല്ലോ പെണ്ണെ. ഐ മിസ് യു, ഐ ലവ് യു. ഒരാവേശത്തിൽ അവനോട് അങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിലും അവൾക്കിനി എങ്ങനെ അവനെ ഫേസ് ചെയ്യുമെന്നൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. മനസ്സിൽ പ്രണയം നിറഞ്ഞു കവിഞ്ഞപ്പോൾ നാവ് ചതിച്ചതാണ്. അവളും ബെഡിൽ കിടന്നുകൊണ്ട് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത്. വേഗം എടുത്തു നോക്കിയപ്പോൾ അവൻ്റെ മെസ്സേജ് കണ്ടു. അവളിലെ നുണക്കുഴി വീണ്ടും തെളിഞ്ഞു നിന്നു. വീണ്ടും ഒരു വോയിസ് കൂടി ആ നമ്പറിൽ നിന്ന് വന്നപ്പോൾ അവളത് പ്ലേ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. അവൻ്റെ മനോഹരമായ പാട്ടായിരുന്നു ആ വോയിസിൽ. മുഞ്ചുള്ള പെണ്ണെ കഞ്ചകപ്പൂവേ, നെഞ്ചിലെ ജീവല്ലേ നീ, എൻ നെഞ്ചിലെ ജീവല്ലേ. തേനൂറും ചുണ്ടും പഞ്ചാര വാക്കും കൽബ് കവർന്നില്ലേ പെണ്ണെ, കൽബ് കവർന്നില്ലേ. ഏഴഴകുള്ള മഴവിൽ തോൽക്കും സുന്ദരി നീയല്ലേ പെണ്ണെ, സുന്ദരി നീയല്ലേ. മൈലാഞ്ചി ചൊപ്പുള്ള കൈകൾ പിടിച്ചൊരു യാത്ര തുടങ്ങേണ്ടേ, നമുക്കൊരു യാത്ര തുടങ്ങേണ്ടേ. മുഞ്ചുള്ള പെണ്ണെ കഞ്ചകപ്പൂവേ, നെഞ്ചിലെ ജീവല്ലേ നീ, എൻ നെഞ്ചിലെ ജീവല്ലേ. തേനൂറും ചുണ്ടും പഞ്ചാര വാക്കും കൽബ് കവർന്നില്ലേ പെണ്ണെ, കൽബ് കവർന്നില്ലേ. അവൻ്റെ മധുപൂറും ശബ്ദത്തിൽ അവൻ പാടിയപ്പോൾ മതിമറന്നുകൊണ്ട് അവൾ അതിൽ ലയിച്ചിരുന്നു. പാട്ട് 3-4 തവണ കേട്ടപ്പോൾ തന്നെ അവളതിൽ അഡിക്റ്റായി മാറി. അതിന് റിയാക്റ്റും ഒരുപാട് സ്മൈലുകളും തിരിച്ചു കൊടുത്തു. കിടിലൻ അമിക്ക, നിങ്ങൾ ഇത്ര നന്നായി പാടുമോ? നല്ല രസമുണ്ട് കേൾക്കാൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി, താങ്ക്സ്. അവൾ പറഞ്ഞ കമൻറ്റ് വായിച്ചപ്പോൾ അവനും സന്തോഷമായി. പുറത്തുനിന്ന് റാബിയയുടെ വിളി കേട്ടപ്പോൾ ഫോണെടുത്ത് ചാർജിലിട്ടുകൊണ്ടവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. എന്താ കുഞ്ഞുമ്മ വിളിച്ചത്? അവൻ റാബിയയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. തൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് റാബിയ അവൻ്റെ നേരെ സ്നേഹത്തോടെ നോക്കി. എന്താണ് ചക്ക, ഇന്ന് നിനക്കൊരു ഇളക്കം? ചായ കുടിക്കാൻ പോലും നിൽക്കാതെ റൂമിൽ കയറിയതാണല്ലോ, എന്തു പറ്റി? അതൊന്നുമില്ല കുഞ്ഞുമ്മ, കെട്ടിയോളെ ഒന്ന് വിളിച്ചതാ. ഓഹോ, അതാണ് മുഖത്ത് ഇത്രയും തിളക്കം അല്ലേ? എന്നിട്ട് എൻ്റെ കൊച്ച് എന്ത് പറഞ്ഞു? രാവിലെ ഭയങ്കര നാണമായിരുന്നല്ലോ നിനക്ക് വിളിക്കാൻ. നിങ്ങളുടെ കൊച്ച് എന്ത് മിണ്ടാൻ, എന്തെങ്കിലും ഒഴിഞ്ഞു കിട്ടാൻ ചിലപ്പോൾ ഞാൻ നോമ്പ് നോൽക്കേണ്ടി വരും എന്നാ തോന്നുന്നത്. അവൻ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് റാബിയ എടുത്തു വെച്ച ചായ എടുത്തു കുടിച്ചു. ആര്, സനുവാണോ മിണ്ടാത്തത്? പാട്ടച്ചോനെ, ഉമ്മയോട് നോൺ സ്റ്റോപ്പ് വർത്താനമുള്ള പെണ്ണിനെ നാവുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് ഒരക്ഷരം മിണ്ടിക്കിട്ടാൻ. അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ കണ്ണിൽ പ്രണയം തിളങ്ങുന്നത് റാബിയക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. താനും ഒരിക്കൽ ആ ഒരു വികാരത്തിലൂടെ കടന്നു പോന്നതാണല്ലോ. അവരും ആ ഓർമ്മയിലൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ കുഞ്ഞുമ്മ, നിക്കാഹ് നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച നടത്തണം. ഞങ്ങൾ രണ്ടാളും കൂടി പോയി മഹറൊക്കെ വാങ്ങിയിട്ടുണ്ട്. സനവിന് കൊടുക്കാൻ ഒരു ചെയിൻ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് അമൻ പറഞ്ഞു. ഈ ഞായറോ? അത്ര വേഗം വേണോ? ഞാൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ നീ തനിച്ചാവില്ലേ മോനെ? അതും പറഞ്ഞ് ഇനിയും നിൽക്കാനാണോ ഉമ്മയുടെ പ്ലാൻ? ഇനി നടക്കൂലട്ടോ. ഒന്നുമില്ലേലും ഞാൻ കല്യാണം കഴിഞ്ഞൊരു ചെക്കനാണ്, അത് മറക്കണ്ട. അവൻ റാബിയക്ക് നേരെ കണ്ണുരുട്ടി.
അതിന് നിന്റെ പെണ്ണ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒന്നിച്ചല്ലല്ലോ. അതൊന്നും ഓർത്ത് എൻ്റെ കുഞ്ഞുമ്മ വിഷമിക്കരുത്. ഞാൻ ഒറ്റക്കായാലും സമതുപ്പ ഇനി ഒറ്റക്കാവരുത്. നിങ്ങൾ രണ്ടും ഒരുമിച്ച് ജീവിക്കണം. അത് കാണാനാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഓർക്കുകയേ വേണ്ട. ഞാൻ എന്നും നിങ്ങളുടെ അടുത്തേക്ക് വന്നോളാം, പോരെ? അവൻ റാബിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചു. സമദിനെക്കുറിച്ച് ഓർക്കുമ്പോൾ റാബിക്ക് അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയെങ്കിലും ഇത്രയും കാലം തൻ്റെ ചൂടിൽ വളർന്ന മോനെ പിരിയാൻ അവർക്കെന്തോ ചെറിയൊരു വിഷമം തോന്നി. അവൻ പറഞ്ഞതുപോലെ ഇനി ചെറിയ കുട്ടിയല്ല, ഒരു ഭർത്താവ് കൂടിയാണ്. 2 വർഷം കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഭാര്യ ഉണ്ടാവും. അവന് ഹോട്ടൽ ഫുഡ് അങ്ങനെ ഇഷ്ടമല്ല. അത് മാത്രമാണ് തന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. വീടടുത്തായതുകൊണ്ട് അവിടെ വന്ന് ഫുഡ് കഴിച്ചാലും മതിയല്ലോ. അവർ തൽക്കാലം പരിഹാരം സ്വയം കണ്ടെത്തി ആശ്വസിച്ചു. അപ്പോൾ റാബിയുടെ ഫോൺ അകത്തു നിന്നും ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അവനിൽ നിന്നും വേർപെട്ടുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു. അവനും അവൻ്റെ റൂമിലേക്ക് പോയി അവൻ്റെ ഓരോ ജോലിയിലേക്ക് നീങ്ങി. ഫോണിൽ സനുവാണ് വിളിക്കുന്നത്. ഫോൺ എടുത്തുകൊണ്ട് റാബിയ മുറ്റത്തേക്കിറങ്ങി. കുറച്ചു നേരത്തെ കൊച്ചു വർത്തമാനങ്ങൾക്ക് ശേഷം അവൾ ഫോൺ വെച്ചു. റാബിയ മുറ്റത്തെ ചെടികളെ പരിപാലിച്ചുകൊണ്ട് മഗ്രിബ് വരെ നടന്നു. ബാങ്ക് കൊടുത്തപ്പോൾ വുളു ചെയ്തു നിസ്കാരത്തിലേക്ക് നിന്നു. നിസ്കാരശേഷം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും സമദിൻ്റെ കൂടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയും അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. രാത്രി മെസ്സിൽ നിന്നും മടങ്ങി വരുമ്പോൾ ഫൗസി സനുവിനെ ശ്രദ്ധിച്ചു. ഇന്ന് കോളേജ് വിട്ട് റൂമിലെത്തിയ ശേഷം ആളൊരു സ്വപ്നജീവി ആയിട്ടുണ്ട്. ബ്ലാ ബ്ലാ എന്ന് സംസാരിക്കുന്ന ആൾ പെട്ടെന്ന് സൈലൻ്റായാൽ മനസ്സിലാവുമല്ലോ. പക്ഷേ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുണ്ട്. അതുകൊണ്ട് വേറെ ടെൻഷനൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. പ്രണയം അത് തന്നെ. ഇന്ന് വൈകിട്ട് കുറേ നേരം ഫോണിലായിരുന്നു. ചിലപ്പോൾ കണവൻ വിളിച്ചിട്ടുണ്ടാകും. അതാണ് പെണ്ണിനൊരു സ്വപ്നം കാണൽ, ഫൗസി ഓർത്തു. ഉറങ്ങാൻ നേരം ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവൾ അമ്മന് മെസ്സേജ് അയച്ചു. തിരിച്ചു ഗുഡ് നൈറ്റിനൊപ്പം ഒരു ഫോട്ടോ കൂടി കിട്ടി. ബെഡിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചിരിയോടെ നോക്കുന്ന അമ്മൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ സനുവിന് അവനെ നേരിൽ കാണാൻ കൊതി തോന്നിപ്പോയി. ആ കണ്ണുകൾ പോലും തന്നോട് കിന്നാരം പറയുന്നത് പോലെ. അപ്പോഴേക്കും അടുത്ത മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഇങ്ങോട്ടും വിട്ടാട്ടെ, ഞാനൊന്ന് കാണട്ടെ എൻ്റെ പെണ്ണിനെ. അവൾക്കാകെ പരവേശം തോന്നി. ഫൗസിയും കൂടി ഉള്ളതല്ലേ റൂമിൽ? അവളും കിടന്നിട്ടുണ്ട്. റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ അയച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ പിണങ്ങും. ഇപ്പോൾ എങ്ങനെ ഫോട്ടോ എടുക്കും? അവൾ ഫോണിൽ ഗാലറി ഓപ്പൺ ചെയ്ത് തൻ്റെ ഒരു ഫോട്ടോ തപ്പിയെടുത്ത് അവന് ഷെയർ ചെയ്തു. ഹിജാബ് ധരിക്കാത്തൊരു ഫോട്ടോ. കുറച്ച് ദിവസം മുമ്പ് ഫൗസി എടുത്തതാണ് ആ ഫോട്ടോ. ഇക്ക, റൂമിൽ ലൈറ്റില്ല. ഫൗസി ഉറങ്ങാൻ കിടന്നു. ഇനി ലൈറ്റിട്ടാൽ അവൾ എന്നെ ശരിയാക്കും. ഇപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. അവളുടെ നമ്പറിൽ നിന്ന് വന്ന ഫോട്ടോയും മെസ്സേജും നോക്കി അവൻ പുഞ്ചിരിച്ചു. സാധാരണ ഒരു കോട്ടൺ ചുരിദാർ ധരിച്ചുകൊണ്ട് ഷാൾ തലയിലൂടെ ജസ്റ്റ് ഇട്ടുകൊണ്ടൊരു ഫോട്ടോ. അവളെ അടുത്ത് കാണിക്കുന്ന ഒരു ഫോട്ടോ. മുഞ്ചത്തി. അവൻ്റെ ചുണ്ടുകൾ മുഴിഞ്ഞു. വീട്ടിൽ പോലും ഇങ്ങനെ ഷാൾ ഇട്ട് കണ്ടിട്ടില്ല. തൻ്റെ മുന്നിലേക്ക് മുഖം മറക്കാതെ തന്നെ അവൾ വന്നിട്ടില്ല. നിക്കാഹിന് മുൻപ് ഒരു തവണ മാത്രമേ ഞാൻ അവളുടെ മുഖം കണ്ടിട്ടുള്ളൂ. അന്ന് തന്നെ പെണ്ണങ്ങ് ചങ്കിൽ കയറുകയും ചെയ്തു. പക്ഷേ നിക്കാഹ് ഉറപ്പിച്ച പെണ്ണല്ലേ എന്ന് കരുതി വിട്ടുകളഞ്ഞതാണ്. ആ മാണിക്യക്കല്ലിനെ പടച്ചോൻ എനിക്ക് തന്നെ കൊണ്ടുതന്നു. അവൻ വീണ്ടും പ്രണയത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കിലോമീറ്റർ വ്യത്യാസത്തിൽ രണ്ടുപേരും പരസ്പരം പ്രണയം നിറഞ്ഞു കവിഞ്ഞ ഹൃദയത്തോടെ നിദ്രയെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. പ്രണയം ഉള്ളിൽ കയറിയാൽ പിന്നെ വേറൊരു ലോകത്തായിരിക്കുമെന്ന് ആരോ പറഞ്ഞതുപോലെ ഇതുവരെ പ്രണയിക്കാത്ത രണ്ടുപേർ നിക്കാഹിന് ശേഷം പ്രണയിച്ചു തുടങ്ങിയപ്പോൾ രണ്ടുപേർക്കും അത് വല്ലാത്തൊരു നിർവൃതി കൊടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അവർ തമ്മിൽ ഓർക്കാത്ത നിമിഷങ്ങളില്ല. ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പരസ്പരം മെസ്സേജ് അയക്കും. ഇടയ്ക്ക് കാണാൻ കൊതി തോന്നുമ്പോൾ ഫോട്ടോ അയക്കും. രാത്രി കിടക്കാൻ നേരം കുറച്ചു നേരം സംസാരിക്കും. ഓരോ ദിവസം കഴിയും തോറും പെണ്ണിനവനോട് അപരിചിതത്വം കുറഞ്ഞെങ്കിലും നാണം കൊണ്ട് ഒന്നും മിണ്ടാനാവാത്തതുപോലെ അവൾ ചില സമയങ്ങളിൽ മൗനിയാവും. വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് രണ്ടുപേർക്കും കാണാൻ ഒരുപാട് കൊതി തോന്നുന്നുണ്ടായിരുന്നു. വ്യാഴം രാത്രി വിളിച്ചപ്പോൾ അവൻ ചോദിച്ചു, സനു, ഞാൻ നാളെ നിന്നെ കൂട്ടാൻ അങ്ങോട്ട് വരട്ടെ? അത് ഇക്ക, ഫൗസി എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ എന്തു ചെയ്യും? അവൾ തനിച്ചാവില്ലേ? ആ, അത് ശരിയാണല്ലോ. എന്നാൽ നീ അവളോടൊപ്പം ബസ്സിൽ തന്നെ പോന്നോ. ബസ് ഇറങ്ങുമ്പോഴേക്കും ഞാൻ വരാം. അവൻ പറഞ്ഞത് കേട്ട് തിങ്കൾ രാവിലെ അവൻ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കിക്കൊണ്ട് കടയിൽ നിന്നത് സനുവിന് ഓർമ്മ വന്നു. ശരി അമിക്ക. അവൾക്കും അവന് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് എതിർക്കാൻ പോയില്ല. പിന്നെന്താ ഇന്ന് കോളേജിൽ വിശേഷം? നല്ല വിശേഷം, പ്രത്യേകിച്ചൊന്നുമില്ല. അവളെക്കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി ഓരോ വിഷയങ്ങൾ ഇതുപോലെ അവൻ ചോദിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഉത്തരം മുക്കിയും മൂളിയും പറഞ്ഞൊപ്പിച്ച് അവൾ സ്കൂട്ടാവും. അവൾക്ക് അവൻ സംസാരിക്കുന്നത് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. അവന് നേരെ തിരിച്ചും. പക്ഷേ
അവൾ ചാറ്റിങ്ങിലൂടെ അവനോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വോയിസ് അയക്കാനും വിളിക്കുമ്പോൾ സംസാരിക്കാനും അവൾക്ക് വല്ലാത്ത ചമ്മലാണ്. അത് മനസ്സിലാക്കിയപ്പോൾ അവൻ അവളെ ഉൾക്കൊണ്ടുകൊണ്ട് തൃപ്തിപ്പെട്ടു. എങ്കിലും ആ കിളിക്കൊഞ്ചൽ കേൾക്കാൻ അവന് ചിലപ്പോൾ ഒത്തിരി കൊതി തോന്നും. അപ്പോൾ അവളുമായി സംസാരിച്ച വോയിസ് റെക്കോർഡുകൾ കേട്ട് സംതൃപ്തിയടയും. അല്ലാതെ എന്തു ചെയ്യാൻ? എന്നാൽ പിന്നെ നമുക്ക് നാളെ കാണാം, ഇൻഷാ അല്ലാ. ഗുഡ് നൈറ്റ് പെണ്ണെ. ഗുഡ് നൈറ്റ്. അവന് അന്ന് കിടന്നിട്ട് എത്ര കഴിഞ്ഞിട്ടും ഉറക്കം വന്നതേയില്ല. വേഗം ഒന്ന് നാളെ വൈകുന്നേരമായിരുന്നെങ്കിൽ എന്നവന് ഇടയ്ക്ക് മോഹിച്ചു പോകുന്നുണ്ട്. സനു ഇതൊന്നും അറിയാതെ അവളുടെ രാജകുമാരനെയും സ്വപ്നം കണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഉറങ്ങുമ്പോൾ ഏകദേശം പാതിരാത്രിയായി. അതുകൊണ്ട് സുബഹി ബാങ്ക് കൊടുത്തിട്ടും അവൻ എഴുന്നേറ്റില്ല. റാബിയെ ചെന്ന് വാതിൽ തട്ടിയപ്പോൾ ചാടി എണീറ്റ് വാതിൽ തുറന്നു. അവൻ പേടിച്ചുപോയി. എന്താ ഉമ്മി, നിനക്കെന്തു പറ്റി ഇന്ന്? സാധാരണ പുലർച്ചെ എഴുന്നേൽക്കുന്നതല്ലേ? ഇന്ന് നീ എഴുന്നേറ്റില്ലല്ലോ, അതുകൊണ്ട് വന്ന് വിളിച്ചതാണ്. അത് രാത്രി കിടന്നിട്ടെന്തോ ഉറക്കം വന്നില്ല. ഒന്നുറങ്ങിയപ്പോൾ പാതിരാത്രിയായി. അതുകൊണ്ട് രാവിലെ അലാറം അടിച്ചപ്പോൾ ഞാൻ അറിഞ്ഞതില്ല. അവൻ്റെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് ചെറുചിരിയോടെ റാബിയ തിരിഞ്ഞ് റൂമിലേക്ക് പോയി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞതുപോലെ കഴിയാൻ പറ്റുമോ എന്നറിയില്ല. അവൻ അവിടേക്ക് പോരുന്നത് സമ്മതിക്കാക്കിഷ്ടമായിരിക്കും. ചെക്കൻ അതിന് പോരുമോ എന്നറിയില്ല. സനുവിനും എണീറ്റത് മുതൽ അന്ന് പ്രത്യേകമായൊരു ഉന്മേഷം തോന്നി. രാവിലെ മുതൽ ആശാൻ ഇങ്ങോട്ട് മെസ്സേജൊന്നും അയച്ചിട്ടില്ല, അങ്ങോട്ടും അയച്ചിട്ടില്ല. പ്രൊജക്റ്റ് എഴുതാനുള്ളതുകൊണ്ട് രാവിലെ ഫോൺ എടുത്തിട്ടില്ല. പോകാൻ നേരം ഒന്ന് നോക്കി. എന്നും അങ്ങോട്ടാണ് ആദ്യം മെസ്സേജ് അയക്കാറ്. ഇന്നലെ രാത്രി ഓൺലൈനിൽ നിന്ന് പോയതാണ്. എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് കാണും. വൈകുന്നേരം കാണാലോ. അവൾക്ക് മനസ്സ് മുന്നോട്ട് പായുന്നത് പോലെ തോന്നി. കോളേജിലേക്ക് നടക്കുമ്പോൾ ഫൗസി വാതോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ സനുവിൻ്റെ ഉള്ളിൽ അവൾ വൈകുന്നേരം വീട്ടിലെത്തുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. കയ്യിലൊരു നുള്ളു കിട്ടിയപ്പോൾ അവൾ ഫൗസി ഒന്ന് നോക്കി. എന്താടി എന്നെ ഇങ്ങനെ നുള്ളിപ്പറിക്കുന്നത്? പിന്നെ ഞാൻ കാര്യമായി ഓരോന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ നീ വലിയ ചിന്തയിലാണല്ലോ. എന്താ നിനക്ക് ഇത്ര ചിന്തിക്കാൻ? ഏയ് ഒന്നുമില്ലടി, ഞാൻ വെറുതെ ഓരോന്ന്. നിക്കാഹ് കഴിഞ്ഞതിൽ പിന്നെ നീ ഒരു സ്വപ്നജീവിയാണ്. ഞാൻ പറയുന്നതൊന്നും നീ പലപ്പോഴും കേൾക്കാറില്ല. ആണോ? നിനക്കങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ സോറിട്ടോ മോളെ. ഞാനിപ്പോൾ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതാടി. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് എനിക്ക് സന്തോഷമല്ലേ? നിങ്ങളുടെ സ്നേഹം അത് നിൻ്റെ മുഖത്ത് അറിയാനുണ്ട്, ഫൗസി അവളെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. സനുവിന് ചെറിയൊരു കുറ്റബോധം തോന്നി. തങ്ങളുടെ സൗഹൃദം ഞാൻ ചെറുതായി നഷ്ടപ്പെടുത്തിയോ? ചെറുപ്പം മുതലുള്ള കൂട്ടാണ് ഫൗസി. താൻ നിക്കാഹ് കഴിഞ്ഞ ശേഷം അമൻ എന്നൊരു ലോകത്തേക്ക് ചുരുങ്ങിയ പോലെ. എല്ലാം കൂടി ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം, അവൾ ഉറപ്പിച്ചു. പുതിയ വികാരം മനസ്സിൽ നിറഞ്ഞ കാരണം ഇപ്പോൾ ക്ലാസ്സിൽ പോലും മര്യാദക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അമനെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ചെഞ്ചുടികൾ ഒന്ന് വിരിഞ്ഞു. കള്ളൻ എൻ്റെ ഹൃദയവും കൊണ്ടാണ് പോയത്, അവൾ മനസ്സിൽ പറഞ്ഞു. ഷഹബാസ് രാവിലെ മുതൽ ഉച്ചവരെ നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് സനുവിന് മെസ്സേജ് അയക്കാനൊന്നും അവന് സമയം കിട്ടിയിട്ടില്ല. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നേരം അവൻ ഫോണെടുത്ത് നോക്കി. പെണ്ണെന്തെങ്കിലും അയച്ചിട്ടുണ്ടാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. എന്നും ഗുഡ് മോർണിംഗ് ആദ്യം അയക്കുന്നത് അവളാണ്. ഇന്ന് എന്ത് പറ്റിയോ ആവോ? എന്തായാലും ഇന്ന് വൈകുന്നേരം അവൾ ഇങ്ങ് വരുമല്ലോ, അപ്പോൾ കാണാമല്ലോ. അവന് ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നത് പോലെ തോന്നി. എൻ്റെ പെണ്ണ്. അവൻ്റെ ഹൃദയം മുഴിഞ്ഞു. ഇത്ര വേഗം പെണ്ണ് ചങ്കിൽ തറക്കുമെന്ന് കരുതിയില്ല. അവൻ വീണ്ടും ഓരോന്നാലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നു. അറക്കൽ തറവാട്ടിൽ അന്നുച്ചക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. അലി അക്ബറിൻ്റെ സഹോദരങ്ങളും ഭാര്യമാരും കുട്ടികളും എല്ലാവരുമുണ്ട്. മൂത്ത സഹോദരൻ അൻവർ അലിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ സഹോദരൻ അഷ്കർ അലിക്കും 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് അവരുടെ തറവാട്ടിൽ ആൺതരിയായി അലി അക്ബറിൻ്റെ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ അവനെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അക്ബർ വൈകുന്നേരം ഇക്കാക്കമാരുമൊത്ത് ഗാർഡനിലിരിക്കുമ്പോൾ സംസാരത്തിനിടയിൽ പറഞ്ഞു, ഇക്ക, ഞാൻ എൻ്റെ മോനെ 24 വർഷത്തിന് ശേഷം കണ്ടു. എവിടെ വെച്ച്? 2 പേരും ഒന്നിച്ചു ചോദിച്ചു. അയാൾ കഴിഞ്ഞ ആഴ്ച നിക്കാഹിന് പോയതും അവനെ അവിടെ വെച്ച് കണ്ടതും അവർ കാണാതെ തിരിച്ചു പോന്നതും എല്ലാം അവർക്ക് മുമ്പിൽ വിവരിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവരും അവനെ തിരിച്ചു കിട്ടണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. കാരണം അവരുടെ തലമുറ മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു ആൺതരി തറവാട്ടിൽ കൂടിയേ തീരും. പക്ഷേ അവനെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. കാരണം ചെറുപ്പത്തിൽ തന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞ ഉപ്പാനെ അവൻ ഓർമ്മ പോലും കാണില്ല. ചിലപ്പോൾ കഥകളൊക്കെ അറിഞ്ഞ് നമ്മളോടിപ്പോൾ വെറുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അത്രയേ പറയാൻ പറ്റൂ. അൻവർ അക്ബറിന് ചെറിയൊരു പ്രതീക്ഷ മാത്രം നൽകി. അപ്പോൾ ഈ വക ചർച്ചകളൊന്നും അറിയാതെ ആ മകൻ ഏറെ സന്തോഷത്തോടെ തൻ്റെ പെണ്ണിനെയും കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സനുവും ഫൗസിയും കോളേജിൻ്റെ അടുത്ത് നിന്ന് നാട്ടിലേക്ക് നേരിട്ടുള്ള ബസ്സിൽ കയറി. സനുവിന് എപ്പോഴും വിൻഡോ സീറ്റാണ് ഇഷ്ടം.
ഫൗസിക്കും വിൻഡോ സീറ്റ് തന്നെ വേണം. അതുകൊണ്ട് രണ്ടുപേരും വേറെ വേറെ സീറ്റിലാണ് ഇരിക്കുന്നത്. പുറത്തെ കാഴ്ചകളിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് അവർ അങ്ങനെ ഇരുന്നു. നാട്ടിലേക്ക് ബസ് അടുക്കും തോറും സനുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഏകദേശം അവർക്കിറങ്ങാനുള്ള ബസ് സ്റ്റോപ്പ് ദൂരെ നിന്ന് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അവൾ ആ ബസ് വെയിറ്റിംഗ് ഷെഡിലെ രൂപത്തെ തിരിച്ചറിഞ്ഞു. അവളിൽ വെപ്രാളം നിറഞ്ഞു തുടങ്ങി. നിക്കാഹിൻ്റെ പിറ്റേന്ന് പിരിഞ്ഞതുപോലെ അല്ല ഇപ്പോൾ. പരസ്പരം പ്രണയമാണെന്ന് രണ്ടുപേർക്കും നന്നായി അറിയാം. കാണുമ്പോൾ ഉള്ളൊരു പ്രണയം തീർത്തൊരു വെപ്രാളം മനസ്സ് വല്ലാതെ തുടികൊട്ടുന്നുണ്ട്. ബസ് ദൂരെ നിന്ന് വരുന്നത് കണ്ട് അക്ഷമയോടെ ഇരുന്ന അവൻ എഴുന്നേറ്റു. അവൻ ഇതുവരെ ഇടയ്ക്കിടെ വാച്ചിൽ നോക്കുന്നുണ്ടായിരുന്നു. അവളെ കാണാനുള്ള മനസ്സിൻ്റെ ആവേശം കൊണ്ട് അരമണിക്കൂർ നേരത്തെ തന്നെ അവൻ ബസ് സ്റ്റോപ്പിലെത്തിയിരുന്നു. അവൻ്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തി. ആദ്യം തന്നെ ബസ്സിൽ നിന്നും ചാടിയിറങ്ങിയത് ഫൗസിയായിരുന്നു. അവനെ കണ്ട് അവളൊന്ന് ചിരിച്ചു. അവനും തിരിച്ചു. രണ്ടുപേരും രണ്ടു വഴിക്കായതുകൊണ്ട് ഫൗസി പോകാൻ ഒരുങ്ങി അവനെ ഒന്ന് നോക്കി തലയാട്ടിക്കൊണ്ട് നടന്നു നീങ്ങി. സനു തിരക്ക് കൂട്ടാത്തത് കാരണം അവളിറങ്ങിയത് ഏറ്റവും അവസാനമായിരുന്നു. ബസ്സിൻ്റെ ഉള്ളിലേക്ക് അക്ഷമയോടെ നോക്കി നിൽക്കുന്ന അമനെ കണ്ട് അവളൊന്ന് ഉമിനീരിറക്കി. ബസ്സിൽ നിന്ന് വെപ്രാളത്തോടെ ഇറങ്ങുന്നേരം അവളൊന്ന് സ്ലിപ്പായിപ്പോയി. പെട്ടെന്നായതുകൊണ്ട് അവനും അവളും പേടിച്ചു പോയിരുന്നു. എങ്കിലും അവൻ പിടിച്ചതുകൊണ്ട് അവൾ നിലത്തേക്ക് വീണില്ല. ഒന്നും പറ്റിയില്ല. താൻ ഓക്കെയല്ലേ? അവൻ കരുതലോടെ ചോദിച്ചു. അതിന് മറുപടിയായി അവളൊന്ന് തലയാട്ടി. അത് കണ്ട് അവൻ ചിരിച്ചു. പെണ്ണെന്തെങ്കിലും ഒഴിഞ്ഞു കിട്ടിയാൽ ഭാഗ്യം. എന്നാ പോയാലോ? ബുള്ളറ്റിലേക്ക് കയറിക്കൊണ്ട് അവൻ ചോദിച്ചു. എവിടേക്ക്? നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട് എന്നവൻ ഉദ്ദേശിച്ചത് എവിടേക്കാണെന്ന് അവൾക്കൊട്ടും മനസ്സിലായില്ല. എവിടെ? ഉമ്മിയുടെ അടുത്തേക്കാണോ? അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോവാം. ഞാൻ ഉദ്ദേശിച്ചത് സമതുപ്പായുടെ വീട്ടിലേക്കാണ്. അവൻ തൻ്റെ വീടും സ്വന്തമായി കാണുന്നു എന്നത് അവൾക്കൊത്തിരി സന്തോഷം നൽകി. എടി പെണ്ണെ, നിന്ന് താളം ചവിട്ടാതെ നീ വണ്ടിയിലേക്ക് കയറ്. ഇത് ബസ് സ്റ്റോപ്പാണ്. പോരാത്തതിന് അങ്ങാടിയും. അവൻ കുറച്ച് കുസൃതിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ സുറുമയിട്ട കലമാൻ മിഴികൾ പിടയ്ക്കുന്നതവൻ അറിയുന്നുണ്ടായിരുന്നു. ആ നിക്കാബിട്ട് മറച്ച ആ പൂമുഖം ഒന്ന് കാണാൻ അവൻ കൊതിയേറുന്നുണ്ട്. എന്തു ചെയ്യാൻ? പെണ്ണതൊന്ന് ഉയർത്തണ്ടേ? അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒന്നുകൂടി അവളെ നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ അവൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് അവൾ അവൻ്റെ പിറകിലേക്ക് കയറി. പിന്നെ കൈയെടുത്ത് ബൈക്കിൽ പിടിക്കുന്ന ആ ഹുക്കിൽ പിടിച്ചു. അവനതെല്ലാം മിററിലൂടെ കണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല. ആ മെയിൻ റോഡിൽ നിന്ന് മാറിയപ്പോൾ അവൻ വണ്ടി ഒന്ന് സ്ലോ ചെയ്തു. ആ ഹുക്കിൽ നിന്നും അവളുടെ കൈയെടുത്ത് അവൻ്റെ വയറിലേക്ക് വെച്ചു. എന്നിട്ടൊരു കള്ളച്ചിരിയോടെ മിററിലൂടെ അവളെ നോക്കി ചോദിച്ചു. ഇനി പോവാം അല്ലേ സനു? അവളൊന്ന് മൂളി. അവനോട് ചേർന്നിരിക്കുമ്പോൾ അവൾക്ക് വയറിൽ നിന്നും കാളിൽ തോന്നുന്നുണ്ട്. എങ്കിലും മുഖത്ത് നാണം കലർന്നൊരു പുഞ്ചിരിയുമുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ വീട്ടിലേക്ക്. അതുകൊണ്ട് ബൈക്കിൽ കയറുന്ന താമസമേ ഉള്ളൂ വീട്ടിലെത്താൻ. വീടിൻ്റെ മുമ്പിൽ അവൻ ബുള്ളറ്റ് കൊണ്ട് നിർത്തി. സനു അവൻ്റെ വയറിൽ ചുറ്റിയ കൈയെടുത്തു ഇറങ്ങാൻ നോക്കിയപ്പോൾ അവൻ ആ കയ്യിൽ പിടുത്തമിട്ടു. അവളൊന്ന് അവൻ്റെ മേലേക്ക് ചാഞ്ഞുപോയി. അവൾക്കാകെ ശ്വാസം നിലച്ചു പോയ പോലെ. അവൻ്റെ മുഖത്ത് കുസൃതി മിന്നിമറഞ്ഞു. ആ കൈയിലേക്ക് അവൻ തൻ്റെ കൈ ചേർക്കാൻ ഒരുങ്ങിയതും ആഹാ, നിങ്ങൾ വന്നോ? സമദിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ വേഗം സനുവിൻ്റെ കൈവിട്ടു. അവൾ ശ്വാസം നേരെ വിട്ടുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. ഉമ്മറത്തേക്ക് കയറാതെ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ ബുള്ളറ്റ് സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഫ്രഷ് അവൻ പോയിട്ടില്ല. ഡോർ തുറന്നിട്ട് പോകാൻ തോന്നിയില്ല. എന്നാൽ ഞാൻ പോയി ഫ്രഷായി ഇപ്പോൾ വരാം. മോൻ കയറിയിരിക്കെ, ഞാൻ വന്നിട്ട് നമുക്കൊന്നിച്ച് ചായ കുടിക്കാം. ആയിക്കോട്ടെ ഉപ്പ. അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് പിന്നാലെ അവനും ഉമ്മറത്തേക്ക് കയറി. സമദ് അകത്തേക്ക് പോയപ്പോൾ അവൻ സനുവിനെ നോക്കി. ഇപ്പോഴും പെണ്ണ് ആ നിക്കാബ് അയച്ചിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞിട്ടും ആ മുഖമൊന്ന് കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പെണ്ണെ? അവൻ കുറച്ചൊന്ന് നിരാശയോടെ ചോദിച്ചു. ശരിക്കും അവളോട് മറന്നുപോയതാണ്. അവൻ്റെ കൂടെ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അവളുടെ റിലേ ഏകദേശം പോയിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ നിക്കാബ് അഴിച്ചു. പേടിച്ചരണ്ടതുപോലെ അവളുടെ മുഖം ആകെ വിളറിയിരുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ മുഖം ചൊളിഞ്ഞു. എന്താ സനു, നിന്റെ മുഖം വാടിയത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണോ? അവളൊന്നും പറയാതെ മുഖം കുനിച്ചു. അവളുടെ മുഖം കൈവിരൽ കൊണ്ടുയർത്തി അവൻ പ്രണയത്തോടെ ആ കണ്ണുകളിലേക്ക് നോക്കി. ഈ മുഖം ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലേ ഞാൻ നിന്നെ കൂട്ടാൻ ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ വന്നത്? എന്നിട്ട് ഇതുവരെ ആ മുഖം ഒന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിനക്ക് വിഷമമായോ? അവൻ അങ്ങനെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നപ്പോൾ പേടി മാറി അവിടെ പ്രണയവും വെപ്രാളവും നിറയുന്നത് അവൻ കണ്ടു. അവൻ്റെ കണ്ണുകൾ തന്നെ മുഖത്താകമാനം ഓടി നടക്കുന്നത് കണ്ടപ്പോൾ അവൾക്കുള്ളിൽ നാണം വന്നു നിറഞ്ഞു തുടങ്ങി. കവിളിലേക്ക് രക്തം ഇരച്ചു കയറി. അവൾ മറുപടി പറയാതെ തന്നെ മുഖത്തെ ഭാവങ്ങൾ കൊണ്ട് അവൻ ഉത്തരം കണ്ടെത്തി. ചോര തൊട്ടെടുക്കാൻ പാകത്തിന് മുന്നിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ മുഖം അവനിൽ വല്ലാത്തൊരു ഭാവം സൃഷ്ടിച്ചു. അവൻ വേഗം നോട്ടം മാറ്റിക്കളഞ്ഞു. പിന്നെ അവൻ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ബോക്സ് കയ്യിലെടുത്തു. അതിൽ അവൾക്ക് വേണ്ടി വാങ്ങിയ മഹർമാലയായിരുന്നു.
ആ ബോക്സ് ഓപ്പൺ ചെയ്ത് ആ മാല അവൻ പുറത്തെടുത്തു. അതിൻ്റെ ലോക്കറ്റിൽ എഴുതിയ പേര് കണ്ട് സനുവിന് സന്തോഷമായി. അവൾ വേഗം ആ ലോക്കറ്റൊന്ന് പിടിച്ചു നോക്കി. വാവ്, വെരി ബ്യൂട്ടിഫുൾ. അവളിൽ നിന്ന് അത്ഭുതം നിറഞ്ഞ വാക്കുകൾ കേട്ട് അവൻ ചോദിച്ചു, നിനക്കിഷ്ടമായോ? ഞാനായിട്ട് സെലക്ട് ചെയ്ത് നിനക്ക് വേണ്ടി വാങ്ങിയതാ. സൂപ്പറായിട്ടുണ്ട്. എനിക്കിത് സർപ്രൈസ് ആയിട്ടോ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാൽ ഞാനിത് നിന്റെ കഴുത്തിൽ അണിഞ്ഞു തരട്ടെ? അവൾ നാണം കലർന്നൊരു പുഞ്ചിരിയോടെ തലയാട്ടി. അവൻ അതിൻ്റെ കൊളുത്തഴിച്ചു. നീ ആ ഷാളിനെ പിന്നൊന്ന് അയക്കടോ, എന്നാലല്ലേ ഇട്ട് തരാൻ പറ്റൂ. അവൾ വേഗം റോൾ ചെയ്ത് വെച്ച ഷാൾ അയച്ചു മാറ്റി. ഷാൾ വെറുതെ തോളിലിട്ടു. അവൻ അവളെ അങ്ങനെ കണ്ടപ്പോൾ അവളുടെ സൗന്ദര്യം കൂടുതൽ ജ്വലിക്കുന്ന പോലെ തോന്നി. അവൻ അവളുടെ മുടിയുടെ ഇടയിലൂടെ കൈയിട്ടുകൊണ്ട് മാല കഴുത്തിലേക്കിട്ടു. കൊളുത്ത് അവൻ തന്നെ പല്ലുകൊണ്ട് അമർത്തി കൊടുത്തു. അവൻ്റെ നിശ്വാസം കഴുത്തിൽ തട്ടിയപ്പോൾ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞുപോയി. അവളിൽ നിന്ന് മുഖമുയർത്തുമ്പോൾ അവളുടെ പെർഫ്യൂമിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം അവനെ മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ സംയമനം പാലിച്ചു. അവൻ എന്നെഴുതിയ ലോക്കറ്റ് അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്നു. അവളത് കയ്യിലേക്കെടുത്ത് അതിലേക്ക് ചുണ്ടു ചേർത്തു. അവൻ അത് കണ്ട് കുശുമ്പോടെ അവളെ ഒന്ന് നോക്കി. ആ ലോക്കറ്റിൽ കൊടുത്ത മുത്തം എനിക്ക് തന്നാൽ പോരെ? അവൻ മനസ്സിൽ ചോദിച്ചു. അവൾ തല ഉയർത്തി അവനെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് വിരിഞ്ഞ ഭാവം കണ്ടവൾക്ക് ചിരി പൊട്ടി. അത്രയും ക്യൂട്ട് എക്സ്പ്രഷനാണ്. സനു, നമുക്കൊരുമിച്ചൊരു സെൽഫി എടുത്താലോ? ഒട്ടൊരു നിമിഷങ്ങൾക്ക് ശേഷം അവൻ ചോദിച്ചു. അവൾ തലകുലുക്കി. അവൻ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് നിന്നു. അവൾ അയിഞ്ഞു കിടന്നിരുന്ന തട്ടം തലയിലേക്ക് ഇട്ടുകൊണ്ട് ചിരിയോടെ ഫോണിൻ്റെ ക്യാമറയിലേക്ക് നോക്കി. അവൻ ഇടത് കൈകൊണ്ട് അവളുടെ ഷോൾഡറിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്തു. അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൾക്ക് പിടച്ചിലും വെപ്രാളവും കൂടിക്കൂടി വന്നു. ആ പിടച്ചിൽ തൻ്റെ കൈകളിൽ അറിഞ്ഞെങ്കിലും അവളുടെ ഷോൾഡറിലെ കൈ എടുക്കാതെ തന്നെ അവൻ ഫോണിലെടുത്ത ഫോട്ടോയിലേക്ക് നോക്കി. ഇതാ നോക്ക് സനു, ഫോട്ടോ നന്നായിട്ടുണ്ടോ? ഫോട്ടോ അവളെ കാണിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവളും അവൻ്റെ ഫോണിലേക്ക് നോക്കി. നല്ല ഭംഗിയുണ്ട് ആ ഫോട്ടോ കാണാൻ. അവനോട് ചേർന്ന് നിൽക്കുന്ന സനു. രണ്ടുപേരുടെയും കണ്ണിൽ പ്രണയം സ്ഫുരിക്കുന്നുണ്ട്. അതെനിക്ക് കൂടി സെൻഡ് ചെയ്ത് തരുമോ? അതിനെന്താ, ഇപ്പോൾ തന്നെ അയച്ചു തരാലോ. അവൻ അവളുടെ ഷോൾഡറിൽ നിന്നും കൈയെടുത്തതും അവൾ വേഗം മാറി നിന്നു. അപ്പോഴേക്കും സമത് കുളി കഴിഞ്ഞ് അങ്ങോട്ട് വന്നിരുന്നു. സനു, ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, നീ അത് റെഡിയാക്കുമോ? അല്ലെങ്കിൽ ഞാൻ ചെയ്യണോ? ശരി ഉപ്പ, ഇപ്പോൾ കൊണ്ടുവരാം. ചായക്ക് പലഹാരം ഞാൻ ആ കാസറോളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൂടി നീ വരുമ്പോൾ എടുത്തോ. അടുക്കളയിലേക്ക് പോകുന്ന സനുവിനോട് സമത് വിളിച്ചു പറഞ്ഞു. ആ ഉപ്പ, ഓക്കെ. അവൾ പെട്ടെന്ന് തന്നെ ചായ റെഡിയാക്കി 3 ഗ്ലാസ്സിലേക്ക് പകർത്തി ട്രേയിലേക്ക് വെച്ചു. ഉപ്പ കൊണ്ടുവച്ച സമൂസയും പഴംപൊരിയും പ്ലേറ്റിലേക്കും വെച്ച് അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. അവിടെ രണ്ടുപേരും ഫോണിൽ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്തൊക്കെയോ പരസ്പരം സംസാരിക്കുന്നുമുണ്ട്. ദാ മോനെ, ചായ കുടിക്ക്. പിന്നെ നീ റാബിയോട് വൈകുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നോ? ആ ഉപ്പ, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഓള് കാത്തിരിക്കൂലേ, അതാണ്. ചെറുചിരിയോടെ സമത് പറഞ്ഞു. അത് കേട്ട് അവൻ ഉള്ളാലെ ചിരിച്ചു. എന്താ സ്നേഹം! അതിനുപ്പ, ഞായറാഴ്ച ഉമ്മി ഇങ്ങോട്ട് വന്നാൽ പിന്നെ എന്നെ കാത്തിരിക്കാൻ പിന്നെ ആളില്ലല്ലോ. അതെന്താ? അതിന് റാബി മാത്രമല്ല, നീയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ എങ്ങനെ നിനക്ക് ആളില്ലാതെയാവും? നിന്റെ പെണ്ണ് തന്നെ ഇവിടെ ഉണ്ടല്ലോ. അത് വേണ്ട ഉപ്പ, ഞാൻ അവിടെ തന്നെ നിന്നോളാം. ഞാനൊന്ന് ബാച്ചിലർ ലൈഫ് ആസ്വദിക്കട്ടെ എന്ന്. അയ്യടാ, ഓൻ്റെ ഒരു ബാച്ചിലർ ലൈഫ്. പെണ്ണ് കെട്ടിയിട്ടാണോടാ? ഇനി സിംഗിൾ ലൈഫ് അല്ല, മിംഗിൾ ലൈഫ് ആസ്വദിക്കൂട്ടോ. സമതി ചിരിച്ചു. അത് കേട്ട് സനവും പതിഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചിരി കണ്ടവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അവൻ്റെ നോട്ടം കണ്ടവൾ മുഖം കുനിച്ചു. മോനെ, നീ എന്നെ സ്വന്തം ഉപ്പയെപ്പോലെ കാണുന്നുണ്ടെങ്കിൽ നീയും ഇങ്ങോട്ട് പോരണം. അല്ലാതെ നീ തനിച്ചായാൽ റാബിക്ക് സമാധാനമുണ്ടാകുമോ? നീ ജനിച്ചത് മുതൽ അവളുടെ നെഞ്ചിൽ കിടന്നു വളർന്നതല്ലേ. നിന്നെ പിരിയാൻ അവൾക്ക് പ്രയാസമുണ്ടാകും. ഇനിയെങ്കിലും അവളൊന്ന് ജീവിക്കട്ടടാ. കേട്ടോ സനു, ഉപ്പാക്ക് ഉമ്മാൻ്റെ കൂടെ സുഖമായി ജീവിക്കണം. അതിനായി പറയുന്നത്. നിങ്ങൾ ആള് കൊള്ളാലോ സമതുപ്പ, അമൻ കളിയാക്കി. പോടാ, അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞത് സത്യമാ, സമത് ചമ്മിയ ചിരിയോടെ പറഞ്ഞു. കളിയും ചിരിയുമായി അവർ ചായ കുടിച്ചെഴുന്നേറ്റു. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, നാളെ വരാം ഇൻഷാ അല്ലാ, സനുവിനെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അവനുള്ളപ്പോൾ നാണം കൊണ്ട് ചൂളി നിന്നെങ്കിലും അവൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു വിഷമം തോന്നി. ഉപ്പ, നമുക്ക് നാളെ നിക്കാഹ് നടത്തിയാലോ? എന്നാൽ എനിക്ക് 2 ദിവസം ഉമ്മിയുടെ കൂടെ നിന്നൂടെ? അവൾ ചോദിച്ചു. അതിന് നിനക്ക് തിങ്കൾ കോളേജ് വിട്ട് ഇങ്ങോട്ട് തന്നെ വന്നാലും മതിയല്ലോ. സമത് പറഞ്ഞത് കേട്ടവൾ പാതി സമ്മതത്തോടെ തലയാട്ടി. ഇനി വേണമെങ്കിൽ നിന്റെ ഹോസ്റ്റൽ ഒഴിവാക്കാം. ഡെയിലി 1 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ, എന്നും പോയി വന്നാലും മതിയല്ലോ. അപ്പോഴാണ് അവളും അതിനെക്കുറിച്ചോർത്തത്. വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ടാണ് ഉപ്പ ഹോസ്റ്റലിലാക്കിയത്. ഫ്രണ്ട്സിൻ്റെ കൂടെയാവുമ്പോൾ തനിക്ക് ഒറ്റപ്പെട്ട ഫീൽ ചെയ്യില്ലല്ലോ എന്ന് കരുതി ഉപ്പ ഒറ്റപ്പെട്ട് ജീവിച്ചു. ഇനി അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ആ ലൈഫും എന്തായാലും തനിക്ക് മിസ് ചെയ്യും.
സനുവിനെ നോക്കി ഒന്നുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി അമൻ ബുള്ളറ്റിലേക്ക് കയറി. പെണ്ണിൻ്റെ മുഖത്ത് വലിയ തെളിച്ചമില്ല. താനുള്ളപ്പോൾ വലിയ നാണമാണ്. ഒന്ന് സംസാരിക്കാൻ പോലും നിന്നില്ല. പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടിയിരിക്കുന്നു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അവൻ ചിരിയോടെ ഓർത്തു. വീട്ടിലെത്തിയപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് തന്നെയും കാത്തിരിക്കുന്നു റാബിയ ഉമ്മയെ കണ്ടപ്പോൾ അവൻ പുഞ്ചിരിച്ചു. റാബിയ എണീറ്റ് മുറ്റത്തേക്കിറങ്ങി. നിനക്ക് വരുമ്പോൾ മോളെയും കൂട്ടിക്കൂടായിരുന്നോ? ഞാൻ നീ അവളെയും കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഓഹോ, അതാണോ പെണ്ണുപിള്ള ഇവിടെ കാത്തിരിക്കുന്നത്? അമൻ കുറുമ്പോടെ പറഞ്ഞു. പോടാ, ഞാൻ നിന്നെയും എന്നും കാത്തിരിക്കാറുണ്ടല്ലോ. അതെ, നിങ്ങളുടെ മരുമോൾക്ക് വല്ലാത്ത നാണമാ. എന്നോട് മിണ്ടാൻ പോലും അവൾക്ക് നാണിച്ചിട്ട് വയ്യ. ഞാൻ പോലുമ്പോൾ ഉണ്ടോള് കണ്ണ് നിറഞ്ഞു നിൽക്കുന്നു. അമൻ ചിരിയോടെ സനുവിനെ ഓർത്തുകൊണ്ട് പറഞ്ഞു. പാവമല്ലടാ, നീ ക്ഷമിക്ക്, ഒരാഴ്ച ആവുന്നല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കില്ലാത്ത സാധനമാണ് ഈ നാണം. ലജ്ജ പെണ്ണിനെന്നും അലങ്കാരമാണെന്ന് നിനക്കറിയില്ലേ? ശരിയാ ഉമ്മി, അതും ഒരു രസമാണ്. അവളുടെ നാണം നിറഞ്ഞ മുഖം കാണാൻ നല്ല രസമാണ്. അവൻ പ്രണയം നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. ഇപ്പോൾ നീയൊരു കാമുകനായിരിക്കുന്നടാ മോനെ. ഇതുവരെ നീ ആരെയും ഇങ്ങനെ പ്രേമിച്ചിട്ടില്ലല്ലോ. അതും ഒന്ന് ആസ്വദിക്ക്. അത് ശരിയാണ്, ഉമ്മി പണ്ട് സമുദപ്പയെ പ്രേമിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെ, അതൊരു വല്ലാത്ത ഫീലാണ്. പക്ഷേ അതിലും നല്ലൊരു ഫീലാണ് നിനക്ക് കിട്ടിയത്. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള പ്രണയം അത് വല്ലാത്ത വൈബാണ്. കുറ്റബോധമില്ലാതെ ആരെയും പേടിക്കാതെ എത്ര വേണമെങ്കിലും അങ്ങ് സ്നേഹിക്കാമല്ലോ. എന്നാലേ ഉമ്മയുടെ കാമുകൻ അവിടെ ഉമ്മിയെയും കാത്തിരിപ്പുണ്ട്, ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി. അത് കേട്ടപ്പോൾ റാബിയ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. പിന്നാലെ അവനും. പിന്നെ ഉമ്മി, ഞാൻ എന്തായാലും അങ്ങോട്ട് നിങ്ങളുടെ കൂടെ പോരൂലട്ടോ. അത് ശരിയാവില്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് റൂമിൽ കയറി വാതിലടിച്ചു. അവൻ പറഞ്ഞത് കേട്ട് സങ്കടമാണോ സന്തോഷമാണോ തൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്ന് റാബിയക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. താൻ നിക്കാഹ് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയാൽ അവൻ തനിച്ചാവുമെന്ന ചിന്ത റാബിയയെ പിടികൂടിയപ്പോൾ അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു. അവൻ തൻ്റെ കൂടെ അങ്ങോട്ട് പോരുമെന്ന് ഇതുവരെ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തായാലും കൂടെ വരില്ല എന്ന് ഇപ്പോൾ അവൻ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. കുറേ നേരം ഉമ്മറത്ത് ആലോചിച്ചു നിന്നപ്പോൾ അവർക്ക് സനുവിനെ ഓർമ്മ വന്നു. വേഗം തന്നെ ഫോണെടുത്ത് സനുവിനെ വിളിച്ചു. നിസ്കാരം കഴിഞ്ഞ് അലക്കാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് സനു ശ്രദ്ധിച്ചത്. അവൾ വേഗം തന്നെ ഫോണെടുത്തു. ഹലോ ഉമ്മി, ഞാൻ ഫ്രീ ആയില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് വിളിക്കാഞ്ഞത്. ആണോ? പിന്നെ മോൾക്ക് സുഖല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. പക്ഷേ ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് തോന്നുന്നല്ലോ. എന്തു പറ്റി? ശബ്ദമാകെ വല്ലാതായിട്ടുണ്ടല്ലോ. എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. അസുഖമില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകും. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ. തൻ്റെ ശബ്ദമൊന്ന് മാറിയപ്പോഴേക്കും മനസ്സിലാക്കി അവളോട് റാബിയക്ക് ഒരുപാട് സ്നേഹം തോന്നി. നിക്കാഹ് മറ്റന്നാളാണ്. ഈ സന്തോഷമുള്ള സമയം എന്തിനാ ഉമ്മി വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അത് മോളെ, ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ അമ്മി ഇവിടെ ഒറ്റക്കാവില്ലേ? അതോർത്തിട്ട് ആകെ ഒരു ടെൻഷൻ. എൻ്റെ മടിയിൽ കിടന്ന് വളർന്ന മോനല്ലേ. ഞാൻ പ്രസവിച്ചില്ല എന്നല്ലേ ഉള്ളൂ. അവനെ അന്നു മുതൽ നോക്കി വളർത്തിയത് ഞാനല്ലേ. അമിക്ക ഇങ്ങോട്ട് വരില്ല എന്ന് തീർത്തു പറഞ്ഞു കളഞ്ഞോ? ആ മോളെ, അങ്ങനെ ഒരു കാര്യത്തിലും വാശിയില്ലാത്ത ആളാണവൻ. പക്ഷേ അങ്ങോട്ട് വരാൻ പറയുമ്പോൾ അത് ശരിയാവില്ല എന്നാണ് പറഞ്ഞത്. ഇനി എന്താ ചെയ്യുക എന്നൊരു പിടുത്തവുമില്ല. അത് ഞാൻ ശരിയാക്കിക്കോളാം, ഉമ്മി പേടിക്കണ്ട. പിന്നെ അവനോട് ഫോണിൽ പോലും സംസാരിക്കാത്ത നീയാണോ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്? അവൾ പറഞ്ഞത് കേട്ട് റാബി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പോ ഉമ്മി, കളിയാക്കാതെ. എനിക്ക് നാണം വന്നു മൂടിയാ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? സനു ചമ്മിക്കൊണ്ട് പറഞ്ഞു. നാണമൊക്കെ നല്ലതാ, പക്ഷേ ഓവറായാലും പ്രശ്നമാണ്. പകുതി തമാശയും പകുതി കാര്യവുമായി റാബിയ പറഞ്ഞു. അത് ഞാൻ ശരിയാക്കിക്കോളാം ഉമ്മി. ഞങ്ങൾ അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ലല്ലോ. ഫോണിലൂടെയുള്ള പരിചയം മാത്രമല്ലേ ഉള്ളൂ, അതിൻ്റെയാണ്. ആയിക്കോട്ടെ, എന്തായാലും നീയൊന്ന് സംസാരിക്ക്. അവനെ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് പോയാൽ എനിക്കൊരു സമാധാനമുണ്ടാവില്ല. ഇനി ഒന്നും ഓർത്ത് ഉമ്മി ബേജാറാവണ്ട. ഉമ്മിയുടെ കെട്ടിയോനെ നോക്കിയാൽ മതി. അമിക്കാൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ. ആയിക്കോട്ടെ സുന്ദരിക്കുട്ടി. എന്നാലേ പോയിട്ട് കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി കുടിക്ക്. ടെൻഷൻ എല്ലാം പോകട്ടെ. അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു. ആ ഉമ്മയുടെയും മോൻ്റെയും സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ അവൾ പടച്ചവനെ സ്തുതിച്ചു. ഇക്കാൻ്റെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ അങ്ങോട്ട് കയറി പറയാൻ എന്തോ ഒരു മടി. ആൾ നല്ല റൊമാൻറ്റിക് ആണെന്ന് കുറഞ്ഞ ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ മനസ്സിലായി. എത്ര നേരം വേണമെങ്കിലും ചാറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ വിളിക്കുമ്പോൾ എന്തോ ഒരു ചമ്മൽ. ഇനി അങ്ങനെ ഉണ്ടാവരുതെന്ന് അവൾ ആഗ്രഹിച്ചു. എൻ്റെ പാതിയല്ലേ, എന്തിനാണ് ഇങ്ങനെ നാണിക്കുന്നത്? ഇനി വിളിക്കുമ്പോൾ നന്നായി സംസാരിക്കണം. കാണുമ്പോഴും നാണിച്ചിരിക്കാതെ കൂടെ ചെല്ലണം എന്നെല്ലാം അവൾ ഉറപ്പിച്ചു. കണ്ടറിയാം അല്ലേ? ജോലികളൊക്കെ തീർത്തുകൊണ്ട് മഗ്‌രിബായപ്പോയേക്കും അവൾ ഫ്രീയായി. രാത്രി ഉപ്പാക്ക് ഫ്രൂട്ട്സ് മതി. തനിക്കും കുറച്ച് കഞ്ഞിയും ഓംലെറ്റും ഉണ്ടെങ്കിൽ ബേഷായി. അതുകൊണ്ട് വേറെ ജോലികളൊന്നും ഇല്ലാത്തതിനാൽ അവൾ ഓത്തും നിസ്കാരവും കഴിഞ്ഞ് ഫോണെടുത്തു.
വാട്സപ്പിൽ അമ്മയോട് ചാറ്റിങ് തുടങ്ങി. അവനും അവളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇക്ക ഇപ്പോൾ ഫ്രീ ആണോ? അതേലോ, ഫ്രീ ആണ്. എന്തേ? എന്നാൽ ഞാൻ വിളിക്കാം. അവളുടെ ആ മെസ്സേജ് കണ്ട് അമൻ കിടന്നിടത്ത് നിന്ന് എണീറ്റിരുന്നു. എന്നിട്ട് ഫോണിലേക്ക് ഒന്നുകൂടി നോക്കി. കണ്ടത് തെറ്റിയതാണോ എന്നറിയണമല്ലോ. അവൾ വിളിക്കാമെന്ന് പറഞ്ഞതുപോലെ അപ്പോൾ തന്നെ അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അത്ഭുതം കൂറിയ ശബ്ദത്തോടെ അവൻ ഫോൺ എടുത്തു. ഹലോ, എന്ത് പറ്റി പെണ്ണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ഹേയ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല. നിന്റെ കോൾ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചു പോയി. നീ ഞാൻ വിളിച്ചാൽ തന്നെ മിണ്ടാത്തോളല്ലേ? സ്വാഭാവികം. ഇനി ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. അവൾ കുറച്ചു ചമ്മലോടെ തന്നെ പറഞ്ഞു. ആഹാ, അത് നന്നായി, നല്ല കാര്യം. നേരത്തെ ഞാനൊന്നും മിണ്ടാഞ്ഞിട്ട് എന്നോട് ദേഷ്യം വന്നു ഇക്കാക്ക്? അവൾ നാവ് കടിച്ചുകൊണ്ട് ചോദിച്ചു. ഉള്ളിൽ എന്ത് മറുപടി കിട്ടും എന്നൊരു ചെറിയ പേടിയുണ്ട്. ഏയ്, നീ എൻ്റെ പെണ്ണല്ലേ, നിന്നോട് എനിക്ക് ദേഷ്യം വരുമോ? പിന്നെ ചെറിയൊരു ബസമം വന്നു, അത്രേയുള്ളൂ. അവനത് പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിച്ചു. ഇനി ഞാൻ ശ്രദ്ധിക്കാം അമിക്ക. ഇക്കാനെ കാണുമ്പോഴും ശബ്ദം കേൾക്കുമ്പോഴും എനിക്ക് വല്ലാത്ത നാണം വരുക, അതുകൊണ്ടാണ്. അവൾ ഒട്ടൊരു നാണത്തോടെ തന്നെ പറഞ്ഞു. അവളുടെ മുഖം ചുവക്കുന്നുണ്ടായിരുന്നു. അച്ചോടാ, എൻ്റെ പെണ്ണിൻ്റെ നാണം നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്നവരെ മാത്രമേ ഉണ്ടാകൂ. അതുവരെ അത് ഞാൻ അങ്ങ് ആസ്വദിച്ചോളാം. അത് കേട്ട് അവൾ പതുക്കെ ചിരിച്ചു. പിന്നെ ഇക്ക, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നി എന്തോ കാര്യമായി എന്നോട് പറയാനുള്ളത് കൊണ്ടാണ് നീ വിളിച്ചതെന്ന്. എന്തായാലും പറഞ്ഞു തുടങ്ങിക്കോ. മറ്റന്നാൾ ഉപ്പാൻ്റെയും ഉമ്മയുടെയും നിക്കാഹല്ലേ? അത് കഴിഞ്ഞ് ഇക്ക കൂടി ഇങ്ങോട്ട് വന്നില്ലേൽ ഉമ്മിക്ക് സങ്കടാവും. ഉപ്പ സ്വന്തം മോനെ പോലെ തന്നെയല്ലേ ഇക്കാനെ കരുതുന്നത്? പിന്നെന്താ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല എന്ന് പറയുന്നത്? ഓഹോ, അപ്പോൾ നീ ഉമ്മയുടെ വക്കാലത്തുമായി വന്നതല്ലേ? കൊള്ളാം. അങ്ങനൊന്നുമല്ല. ഇക്ക അവിടെ സ്വന്തം നിന്നാൽ എങ്ങനെ ശരിയാവും? പ്ലീസ്. അത് പൊന്നെ, ഒന്നും ഉണ്ടായിട്ടല്ല. നാട്ടുകാരെന്ത് വിചാരിക്കും? മോശമല്ലേ? അത് ഓർത്തിട്ടാ. അല്ലാതെ തന്നെ ഉമ്മയും മോനും ഒരു വീട്ടിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, അപ്പം നാട്ടുകാരെ പിടിച്ചിട്ടല്ലേ? എന്നാൽ പിന്നെ നമ്മുടെ ഫ്ലാറ്റിൽ നിന്നൂടെ? അവിടെ ആവുമ്പോൾ പിന്നെ അവിടെ വേറെയും ഓഫീസിലെ ആളുകളുണ്ടല്ലോ, ഫുഡിനും ബുദ്ധിമുട്ടില്ല. അവളുടെ ആ നിർദ്ദേശം അവൻ ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാലോ, അവൻ മനസ്സിൽ കരുതി. വെറുതെ എന്തിനാ വീടിൻ്റെ വാടക കൊടുക്കുന്നത്? ഇനി ഉപ്പാക്ക് ഉമ്മയുള്ളത് കൊണ്ട് ഇവിടെ വീട്ടിൽ തന്നെ നിന്നാൽ മതിയല്ലോ. രണ്ടുപേരും ഇങ്ങ് പോന്നാൽ വീട് ഒഴിഞ്ഞ് താക്കോൽ കൊടുക്കാമല്ലോ. മാസത്തിൽ റെൻ്റ് ഒഴിവായി കിട്ടൂലേ? അത് നല്ല ഐഡിയ ആണല്ലോ. വേണേൽ നമുക്ക് ആലോചിക്കാം പെണ്ണേ. അൽഹംദുലില്ലാ, അതെങ്കിലും സമ്മതിച്ചല്ലോ, സന്തോഷം. പോടി, എനിക്കങ്ങനെ വലിയ വാശിയൊന്നുമില്ല. ഭാര്യയില്ലാതെ എങ്ങനെയാ ഭാര്യ വീട്ടിൽ താമസിക്കുന്നത്? നീയുണ്ടെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ തയ്യാറാണ്. നീ റെഡിയാണോ? അവൻ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് കുസൃതിയോടെ പറഞ്ഞു നിർത്തി. അതിനെന്ത് മറുപടി പറയുമെന്നറിയാതെ സനു നാണം കൊണ്ട് ചുവന്നു കയറിയ മുഖത്ത് പുഞ്ചിരിയുമായി ഫോണും പിടിച്ചങ്ങനെ ഒരേ നിൽപ്പ് നിന്നു. എന്താ സനുക്കുട്ടിക്ക് മറുപടിയില്ലേ? അവൾ അതിനൊന്ന് പതിഞ്ഞു ചിരിച്ചു. ഞാനതിനെ ഇനി ഹോസ്റ്റലിൽ നിർത്താൻ പോകുമല്ലേ, അപ്പോൾ ഒന്നിച്ച് നിൽക്കാലോ. ആഹാ, അങ്ങനെയാണോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്തായാലും നിന്റെ ക്ലാസ് കഴിയട്ടെ, അതുവരെ ഇങ്ങനെ പോവാം. കുറച്ചു നേരം കൂടി സംസാരിച്ചുകൊണ്ട് അവൾ ഫോൺ കട്ടാക്കി നേരെ റാബിയയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. അമൻ തൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിലും കമ്പനി വക ഫ്ലാറ്റിൽ നിൽക്കാമെന്ന് സമ്മതിച്ചത് തന്നെ റാബിയക്ക് വലിയ സമാധാനമായിരുന്നു. ഞായറാഴ്ച വീട് ഒഴിഞ്ഞു കൊടുത്താൽ പിന്നെ വീട്ടിൻ്റെ റെൻ്റ് വെറുതെ കൊടുക്കണ്ടല്ലോ, അവൻ കണക്ക് കൂട്ടി. അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനം കൈവന്നതിനാൽ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചങ്ങനെ കിടന്നു. കൗമാരം തുടങ്ങിയ സമയം നെഞ്ചിലേക്ക് ഇഴിച്ചു കയറിയ ആ മുഖം. ചെറുപ്പം മുതൽ ഒന്നിച്ചു ജീവിച്ചതാണെങ്കിലും സ്വന്തം സഹോദരനല്ല എന്ന അറിവ് അവളെ പ്രണയത്തിലെത്തിച്ചു. പിന്നെ ജീവൻ രക്ഷാർത്ഥം നാട്ടിൽ നിന്ന് അമ്മിയെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പ്രണയം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തന്നെ തേടി വന്നിരിക്കുകയാണ്. ഈ 37-ാം വയസ്സിൽ വിവാഹിതയാവാൻ പോകുമ്പോൾ മനസ്സിനെ നാണത്തിനേക്കാൾ ഉപരി പേടിയാണ് ഭരിക്കുന്നത്. രണ്ടുപേരും ദാമ്പത്യം അനുഭവിക്കാത്ത ആളുകൾ തന്നെ. പക്ഷേ എന്താവുമെന്നൊരു പേടി നന്നായി ഉള്ളിലുണ്ട്. എല്ലാം ഹൈറാക്കി തരണേ എന്നവൾ നാഥനോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. രാവിലെ സനു വേഗം ജോലികളൊക്കെ തീർത്ത് കുളിച്ചൊരുങ്ങി നിന്നു. സമദ് ഓഫീസിലേക്ക് പോകാനിറങ്ങുമ്പോൾ കൂടെ റാബിയയുടെ വീട്ടിൽ പോകുകയാണ് ലക്ഷ്യം. രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ അവൾ ഒരുങ്ങിയത് കണ്ട് സമദ് കാര്യം തിരക്കി. എന്നെ ഉമ്മയുടെ വീട്ടിലേക്കാക്കി തരാമോ ഉപ്പ? അല്ലാ, എനിക്കൊന്ന് അർജൻറ്റായി സിറ്റി വരെ പോവാനുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അമിയെ വിളിച്ചോ മോളെ. ഓക്കെ ഉപ്പ, ഞാൻ വിളിച്ചോളാം. പിന്നെ മോളെ, അവൻ ഇന്ന് ലീവ് കൊടുക്കണോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ രണ്ടാൾക്കും? ഏയ് ഇല്ല ഉപ്പ, നിങ്ങളുടെ നിക്കാഹ് കൂടി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അത് കേട്ട് സമതി ചിരിച്ചുകൊണ്ട് എണീറ്റ് കൈ കഴുകി. എന്നാ മോളെ, ഞാൻ ഇറങ്ങുക. അവൻ വന്നാൽ നീ പോയിക്കോ, അയാൾ കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. സനു വേഗം ഫോണെടുത്ത് അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഇന്നലെ ചമ്മലില്ലാതെ സംസാരിച്ചിരുന്നു. പക്ഷേ
ഇനി രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയാൻ എന്തോ ഒരു മടി. വീണ്ടും കാണാൻ കൊതിയുണ്ട് താനും. ഓഫീസിൽ പോകാൻ തിരക്കിട്ട് ഷർട്ട് അയൺ ചെയ്യുകയായിരുന്നു അമൻ. അപ്പോഴാണ് അപ്പുറത്ത് ചാർജിലിട്ട ഫോൺ ശബ്ദിച്ചത്. സനുവിൻ്റെ നമ്പറാണെന്ന് കണ്ടപ്പോൾ അവൻ വേഗം കോൾ എടുത്ത് സ്പീക്കർ മോഡിലിട്ടു. അമിക്ക? അവളുടെ ശബ്ദം രാവിലെ തന്നെ കേട്ടപ്പോൾ അവനിൽ ഒരു ഊർജ്ജം നിറഞ്ഞു. എന്താണ് എൻ്റെ കൊച്ച് രാവിലെ തന്നെ ഒരു വിളി? ഇന്നും കാക്ക മലർന്നു പറക്കുമോ? അവൻ കളിയാക്കി. എനിക്ക് അങ്ങോട്ട് വരണം. എന്നെ കൂട്ടാൻ ഇങ്ങോട്ട് വരുമോ? അല്ലെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ചു പോരും. വരാൻ പറ്റുമോ? അവൾ കുറച്ച് സീരിയസ് ആയി ചോദിച്ചു. നേരത്തെ കളിയാക്കിയതിൽ അവൾക്ക് കുറച്ച് പിണക്കമുള്ള പോലെ അവന് തോന്നി. എൻ്റെ മുത്ത് പിണങ്ങിയോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. മുത്തിനെ കൊണ്ടുവരാൻ ഇപ്പോൾ വരാം. റെഡിയായി നിന്നോ? അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അയൺ ചെയ്ത ഷർട്ട് ഹാങ്കറിലിട്ടു. വേഗം ഒരു ടീഷർട്ട് എടുത്തിട്ട് ബുള്ളറ്റിൻ്റെ ചാവിയും എടുത്തു പുറത്തേക്കിറങ്ങി. ഉമ്മി, ഞാൻ സനുവിനെ കൂട്ടി വരാം, അവൻ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. അതിന് മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ അവൻ പോയി കഴിഞ്ഞിരുന്നു. റാബിയ വേഗം ഓരോ ജോലികളും തീർത്തുകൊണ്ടിരുന്നു. അവൾ വന്നാൽ പിന്നെ പെണ്ണിന് കുറച്ച് കഥ പറയാനുണ്ടാവും. സനു വേഗം അടുക്കള ഒതുക്കി മുൻവാതിലടച്ച് പുറത്തേക്കിറങ്ങുമ്പോഴേക്കും അവൻ മുറ്റത്തെത്തി. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? അവൾ അതിനൊന്നും മിണ്ടാതെ ബൈക്കിലേക്ക് കയറി. അവൻ മിററിലൂടെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. മുഖം മറച്ചതുകൊണ്ട് കണ്ണിലെ എക്സ്പ്രഷൻ മാത്രമേ കാണുന്നുള്ളൂ. അവൻ്റെ നോട്ടം കണ്ട് മിഴികൾ പിടിക്കുന്നുണ്ട്. അവൻ കള്ളച്ചിരിയോടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യാതെ കൈകെട്ടി അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം സനു തന്നെ ചൊല്ലിട്ടു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ പുറത്തേക്ക് മുഖമമർത്തി. ആ നീക്കത്തിൽ അവനൊന്ന് വിറച്ചു പോയെങ്കിലും അവന് സന്തോഷമായി. പോവാം ഇക്ക, ഇക്കാക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ. എൻ്റെ പെണ്ണിൻ്റെ പിണക്കം മാറിയെങ്കിൽ നമുക്ക് പോകാം, അവൻ ഒറ്റക്കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ വയറിൽ കൈ ചുറ്റിക്കൊണ്ട് അവിടെ ഒരു നുള്ളു വെച്ച് കൊടുത്തു. അവൻ ചിരിയോടെ തന്നെ അവളുടെ കയ്യിൽ ഒന്ന് തഴുകിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. ഒന്നും സംസാരിക്കാതെ ചേർന്നിരുന്നു കൊണ്ട് ആ യാത്ര അവർ ആസ്വദിച്ചു. അവൻ്റെ പുറത്തേക്ക് മുഖം ചേർത്ത് വെച്ചും ഇടയ്ക്ക് മിററിലൂടെ നോട്ടമിടയുമ്പോൾ നാണിച്ചു ചിരിച്ചുകൊണ്ടും സന ഒന്നുകൂടി അവനോടടുത്തു. റാബിയയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ബുള്ളറ്റ് കൊണ്ടു നിർത്തുമ്പോൾ അവരെയും കാത്ത് റാബിയ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. അവൾ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി റാബിയയെ പോയി കെട്ടിപ്പിടിച്ചു. അതുകൂടി കണ്ടപ്പോൾ അവൻ്റെ റിലേ പോയി. അവൻ വേഗം അവരെയും കടന്ന് അകത്തേക്ക് പോയി. വേഷം മാറി ഓഫീസിൽ പോകാൻ റെഡിയായി. അപ്പോഴും ഉമ്മിയും മോളും മുറ്റത്ത് നിന്ന് സ്നേഹപ്രകടനം കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടില്ല. അവന് രണ്ടുപേരോടും കുശുമ്പ് തോന്നി. ലാപ്ടോപ്പ് ബാഗ് തോളിലേക്ക് ഇട്ടുകൊണ്ടവൻ ബുള്ളറ്റിലേക്ക് കയറി. ഒന്നും മിണ്ടാതെയുള്ള അവൻ്റെ പോക്ക് കണ്ടപ്പോൾ സനുവിന് സംഗതി പിടികിട്ടി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. പിന്നെ അകത്തേക്ക് കയറി. കുറച്ചു നേരം റാബിയ ചെയ്യുന്ന ഓരോ ജോലികൾ നോക്കി നിന്നെങ്കിലും കുറച്ചു കഴിഞ്ഞ് എല്ലാറ്റിനും അവളും കൂടി. റാബിയ അലമാരയിൽ നിന്നും ഓരോ ഡ്രസ്സുകളും പുറത്തേക്കെടുത്തു വെക്കുമ്പോൾ സനു അതെല്ലാം ബാഗിലേക്ക് അടക്കി വെച്ചു. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള എല്ലാം എടുത്തു വെച്ച ശേഷം അവർ അടുക്കളയിലുള്ള സാധനങ്ങൾ അടുക്കിപ്പെറുക്കി പെട്ടിയിലാക്കി വെച്ചു. പാത്രങ്ങളെല്ലാം വലിയ കവറെടുത്ത് അതിലേക്കിട്ട് വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് വാങ്ങാമെന്ന് തീരുമാനിച്ചതിനാൽ ചായയുടെ പാത്രവും ചായപ്പൊടിയും പഞ്ചസാരയും അവിടെ വെച്ച് ബാക്കിയെല്ലാം എടുത്തു വെച്ചു. അങ്ങനെ അടുക്കളയും റാബിയയുടെ റൂമും ഏകദേശം വൈകുന്നേരമാകുമ്പോഴേക്കും അവർ ഒഴിച്ചു വെച്ചു. ഇനി അമൻ്റെ സാധനങ്ങളും ഡ്രസ്സുകളും ഒതുക്കി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. വൈകുന്നേരം ഓഫീസിൽ നിന്നും പോകാൻ വേണ്ടി എണീറ്റപ്പോൾ സമദ് അമ്മയോട് പറഞ്ഞു, നീ സനുവിനെ വീട്ടിലേക്കാക്കില്ലേ? എനിക്ക് 1-2 ആളെ കാണാനുണ്ട്. നാളത്തെ നിക്കാഹ് പറയണ്ടേ? രാത്രിയാവുമ്പോഴേക്കേ ഞാൻ എത്തൂ. എത്താനാവുമ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ ഉപ്പ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. രണ്ടാളും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അമൻ വീട്ടിലെത്തിയപ്പോൾ പൂന്തോട്ടത്തിലെ ചട്ടിയടക്കം എല്ലാം കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചത് കണ്ടപ്പോൾ അവന് അത്ഭുതം തോന്നി. അകത്തേക്ക് കയറിയപ്പോൾ റാബിയ റൂമിൽ എന്തോ ഫയലുകളൊക്കെ നോക്കുന്നുണ്ട്. ഈ പെണ്ണ് എവിടെ പോയോ? അവൻ അവളെ തിരഞ്ഞു. അവസാനം തൻ്റെ റൂമിൽ ടേബിളിൽ എന്തോ നോക്കി നിൽക്കുന്ന പെണ്ണിനെ അവൻ കണ്ടു. കള്ളച്ചിരിയോടെ വാതിൽ ലോക്കിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു. ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ സനു തൻ്റെ അടുത്തേക്ക് വരുന്ന അമനെ കണ്ട് പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. നീങ്ങി ചുവരിൽ തട്ടി അവൾ നിന്നപ്പോൾ അവളുടെ 2 ഭാഗത്തും കൈകുത്തി നിന്നുകൊണ്ട് അമൻ അവളെ നോക്കി കണ്ണിറുക്കി. സനുവിൻ്റെ ചെന്നൈയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങി. ശ്വാസം നിന്നു പോകും പോലെ അവൾക്ക് തോന്നി. അവൻ്റെ പ്രണയം നിറഞ്ഞ കണ്ണിലേക്ക് നോക്കാൻ കഴിയാതെ അവൾ മിഴികൾ താഴ്ത്തി. അതെ, ഉമ്മിയെ കെട്ടിപ്പിടിക്കാൻ നല്ല ആവേശമാണല്ലോ. ഞാൻ നിന്റെ കെട്ടിയോനല്ലടി, അമൻ സ്വകാര്യം പറയും പോലെ പറഞ്ഞപ്പോൾ അവൾ വിറച്ചുപോയി. കുറച്ചുനേരം ആ ചുവന്നു കയറിയ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ അങ്ങനെ അനങ്ങാതെ നിന്നു. അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. അതടുത്തു നിൽക്കുന്ന അവന് പോലും അറിയുന്നുണ്ടായിരുന്നു. ഈ ഹൃദയം ഇങ്ങനെ മിടിച്ചാൽ പൊട്ടിത്തെറിക്കുമല്ലോ സനു. ഞാൻ നിന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. അപ്പോഴേക്കും ഇങ്ങനെ മിടിച്ചാൽ ഞാനൊന്ന് തൊട്ടാൽ എന്തായിരിക്കും അവസ്ഥ? കുസൃതി ചിരിയോടെ അവൾക്ക് ഇരുവശത്തും വെച്ച കൈകൾ എടുത്തുകൊണ്ട് അവൻ നീങ്ങി നിന്നു. അവൾ നെഞ്ചിൽ കൈവച്ച് കിതപ്പടക്കിക്കൊണ്ടിരുന്നു. അവളുടെ ആ കട്ടായം കണ്ട് അവൻ ചിരിച്ചു. നീ ഇങ്ങനെ കിതക്കുന്നത് കണ്ടാൽ ഉമ്മി എന്നെ തെറ്റിദ്ധരിക്കില്ലേ പെണ്ണെ? അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനല്ലേ? അവൻ അലിവോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു.
അത് പെട്ടെന്ന് ഇത്രയും അടുത്ത് ഇക്കാനെ കണ്ടപ്പോൾ ചെറിയ പേടി വന്നതാ ഇക്ക. പേടിയൊക്കെ വേഗം മാറ്റിക്കോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പാടുപെടേണ്ടി വരും. ഷർട്ടിൻ്റെ ബട്ടൺ അയച്ചുകൊണ്ടവൻ ചിരിയോടെ പറഞ്ഞു. അത് കേട്ടവൾ നാണത്തോടെ തല താഴ്ത്തി. സനു, പുറത്തുനിന്ന് റാബിയയുടെ ശബ്ദം കേട്ടപ്പോൾ അവൻ വേഗം വാതിലിൻ്റെ കൊളുത്ത് തുറന്നു കൊടുത്തു. അവനെയും കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവൻ്റെ കവളിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൾ ഓടിക്കളഞ്ഞു. കവളിൽ കൈവച്ചുകൊണ്ട് അത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ പുഞ്ചിരിയോടെ അവൻ അങ്ങനെ നിന്നു. അവളുടെ ചുണ്ടുകളുടെ ചൂട് കവളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് സ്വപ്നമല്ല, കള്ളിപ്പെണ്ണ്. ഇവളെന്നെ വഴി തെറ്റിക്കും. അവൻ ചിരിയോടെ തലയൊന്ന് കുടഞ്ഞു. എന്നിട്ട് ടവലുമെടുത്ത് വാഷ്റൂമിൽ കയറി. എന്താ ഉമ്മി എന്നെ വിളിച്ചത്? റാബിയയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഹലോ, നീ എന്തിനാ ഇങ്ങനെ കിതക്കുന്നത്? ഓടി വന്നിട്ടല്ലേ? ഞാൻ നിന്നെ കാണാഞ്ഞിട്ട് വിളിച്ചതാ. അല്ല, നീ ഇതുവരെ എവിടായിരുന്നു? അവളുടെ ശ്വാസം അയക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ട് റാബിയ കണ്ണു ചുരുക്കി ചോദിച്ചു. ഞാൻ അമിക്കാൻ്റെ റൂമിൽ. അവൾ നിന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. അവിടെ എന്താ പരിപാടി? അവൻ വന്നിട്ടുണ്ടോ? ഉമ്മി കണ്ടില്ലേ ഇക്ക വന്നത്? അവൾ ആലോചിച്ചു. ആ വന്നിട്ടുണ്ട്, അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതാണ് പെണ്ണ് നിന്ന് കിതക്കുന്നതല്ലേ? റാബിയ കളിയാക്കി. അയ്യേ, അതൊന്നുമല്ല ഉമ്മി. എനിക്ക് ഇക്കാനെ പെട്ടെന്ന് കണ്ടപ്പോൾ പേടി തോന്നിയതാ. അപ്പോൾ കിതപ്പ് വന്നതാ. അതിന് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അതും പറഞ്ഞ് റാബിയ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ സനു ചെമ്മിയെ ഒരു ചിരി പാസ്സാക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് സ്കൂട്ടായി. വേഗം തന്നെ ചായക്ക് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. അവൻ വന്നിട്ട് കുടിക്കാമെന്ന് കരുതി അവർ ചായ കുടിച്ചിട്ടില്ല. അവൾക്ക് നേരത്തെയുള്ള നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് വന്നപ്പോൾ അറിയാതെ നാക്ക് കടിച്ചുപോയി. റൂമിൽ നിന്ന് ഓടിപ്പോരുമ്പോൾ ഒപ്പിച്ചു വെച്ച കുസൃതി ഓർത്തപ്പോൾ അവൾക്കാകെ പരവേശം തോന്നി. അവനെ കാണുമ്പോൾ നാണമാണേലും പെട്ടെന്ന് തിരിഞ്ഞു പോരുമ്പോൾ ആ കവളിലൊന്ന് മുത്താൻ തോന്നിപ്പോയി. അങ്ങനെ ചെയ്തതാണ്. ഷോ, ഇനി എന്താ ചെയ്യുക? പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്ക ഇതിന് പകരം തന്നാൽ? അയ്യേ, അവൾക്ക് നാണം വന്നുപോയി. ചായ കപ്പിലേക്ക് ഒഴിക്കുമ്പോഴും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു തന്നെയിരുന്നു. ഇതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവൻ വാതിൽക്കൽ നിന്നിരുന്നു. തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അവൾ അവനെ കണ്ടതുമില്ല. ചായക്കപ്പും പലഹാരവുമായി തിരിഞ്ഞ സനു വാതിൽക്കൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അവനെ കണ്ടൊന്ന് ചൂളിപ്പോയി. പിന്നെ അവനെ നോക്കാതെ ചായ ഡൈനിങ് ഹാളിലെ ടേബിളിൽ കൊണ്ടുവച്ചു. സനുവിൻ്റെ പിന്നാലെ അടുക്കളയിലേക്ക് നീങ്ങുമ്പോഴാണ് അടുക്കള വാതിൽക്കൽ നിൽക്കുന്ന അമനെ റാബിയ കണ്ടത്. അവരുടെ ഇടയിലേക്ക് താൻ പോയി അവരുടെ പ്രണയ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട എന്നവർ തീരുമാനിച്ചുകൊണ്ട് റൂമിലേക്ക് തന്നെ തിരിച്ചു കയറിയതാണ്. ചായ കൊണ്ടുവച്ച ശേഷം സനു റാബിയയും വിളിച്ചു. അങ്ങനെ 3 പേരും കൂടി ചായ കുടിച്ചു. അമൻ റാബിയയോട് നാളത്തെ നിക്കാഹിൻ്റെ കാര്യങ്ങൾ പലതും സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ സനുവിൻ്റെ മുഖത്തേക്കായിരുന്നു. അവളാണെങ്കിൽ അവൻ്റെ നോട്ടം തൻ്റെ നേരെയാണെന്ന് അറിഞ്ഞതു മുതൽ തല താഴ്ത്തിയിരിപ്പാണ്. 2 പേരുടെയും ഒളിച്ചുകളി കണ്ട് റാബിയക്ക് ചിരി പൊട്ടുന്നുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ അമൻ വേഗം പള്ളിയിലേക്ക് പോയി. പെണ്ണുങ്ങൾ 2 ഒന്നിച്ചു നിസ്കരിച്ചു. അവൻ തിരിച്ചു വന്നത് ഇശാ നിസ്കാരം കൂടി കഴിഞ്ഞാണ്. കയറി വന്നപ്പോൾ 2 പെണ്ണുങ്ങളും കൂടി ഉമ്മറത്തിരിക്കുന്നുണ്ട്. നല്ല കഥ പറച്ചിലാണ്. അവൻ വന്നത് കണ്ട് സനു വേഗം ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. അപ്പോഴും അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത നാണം. സനു, ഉപ്പ വിളിച്ചിട്ടുണ്ട്, പോകാൻ റെഡിയായിക്കോ. അവൻ അതും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. പള്ളിയിൽ പോകുമ്പോൾ ഇടുന്ന വെള്ളവസ്ത്രം അയച്ചു വെച്ച് നേരത്തെ അയച്ചു വെച്ച ലുങ്കിയും ടീഷർട്ടും ധരിച്ചുകൊണ്ട് വീണ്ടും പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അവൾ പർദ്ദയും ഷാളും ധരിച്ചു വന്നിരുന്നു. ഉമ്മി, എന്നാൽ രാവിലെ ഇക്കാൻ്റെ കൂടെ അങ്ങ് പോരുട്ടോ, ഞാൻ കാത്തിരിക്കും, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. റാബിയ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തയ്യാറായപ്പോൾ അവൾ അമ്മയുടെ പിന്നിലേക്ക് കയറി. റാബിയക്ക് ടാറ്റ പറഞ്ഞുകൊണ്ടവർ യാത്ര തിരിച്ചു. അവനോട് ചേർന്നിരിക്കുമ്പോൾ അവൾ അവൻ്റെ പുറത്തേക്ക് മുഖം അമർത്തി വെച്ചു. അതിൽ അവനൊന്ന് പൊളഞ്ഞുപോയി. സനുക്കുട്ടി, തരാനൊരു കടമ്പാക്കിണ്ടല്ലോ, അതെപ്പോഴാ ഞാൻ തരേണ്ടത്? അവൻ തൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച അവളുടെ കയ്യിൽ കോർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അതിന് മറുപടി പറയാതെ അടക്കിപ്പിടിച്ചു. അവരങ്ങനെ സമദിൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഒന്നും മിണ്ടാതെയിരുന്നെങ്കിലും ആ മൗനം പോലും വാചാലമായിരുന്നു. അവർ ചെല്ലുമ്പോൾ സമദ് അവരെയും കാത്ത് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവൾ ഇറങ്ങി അകത്തേക്ക് കയറിയപ്പോൾ അമനും ബുള്ളറ്റ് സ്റ്റാൻഡിലിട്ടുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി. ഉപ്പ, രാവിലെ 9 മണിക്ക് തന്നെ നമുക്ക് പുറപ്പെടണം, എല്ലാം സെറ്റല്ലേ? ഇവിടുത്തെ പള്ളി പ്രസിഡന്റ് പോരുമോ? അയാൾക്കെന്തോ അസൗകര്യം പറഞ്ഞിരുന്നില്ലേ? ആ മോനെ, എല്ലാം സെറ്റാണ്. അയാൾ പോരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ കമ്മിറ്റിയിലെ 2 പേരും പോരും, അത് മതിയല്ലോ. ഓ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ രാവിലെ എത്താം. ഇവർ 2 കൂടി വീട് മുഴുവൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ സാധനങ്ങളും കൂടി പാക്ക് ചെയ്യാനുണ്ട്. ഞാൻ കിടക്കുന്നതിന് മുമ്പ് അതും കൂടി റെഡിയാക്കട്ടെ. എന്നാൽ പിന്നെ നാളെ തന്നെ ചാവി കൊടുക്കാമല്ലോ. അങ്ങനെ 2 പേരും സലാം പറഞ്ഞുകൊണ്ട് അന്നത്തേക്ക് പിരിഞ്ഞു. നാളെ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം നിറവേറുന്ന സന്തോഷത്തിൽ സനുവും അമ്മയും ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ പാതി വഴിയിൽ നഷ്ടപ്പെട്ട പ്രണയം വീണ്ടും കിട്ടുമ്പോൾ മുന്നോട്ടെങ്ങനെ പോകുമെന്ന ബേജാറിൽ ഉറക്കം നഷ്ടപ്പെട്ട് റാബിയയും സമദും കിടക്കുന്നുണ്ടായിരുന്നു. 2 പേർക്കും ആഗ്രഹിച്ചൊരു ജീവിതം കെട്ടിപ്പൊക്കാൻ സാധിക്കുമെന്ന്
നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ? അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.